ഞങ്ങൾ നൂറുകണക്കിന് സ്റ്റേജുകളിൽ തിരുവനന്തപുരം ജില്ലയിലായിട്ടുണ്ട്. ഇന്ന് രാത്രിയും ഇവിടെ ആയിരിക്കുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. പാടുന്ന മോനായ സ്തോത്രം. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാലിൻ്റെയും തൈരിൻ്റെ എല്ലാം വിലയെല്ലാം ഒരു കമ്പ്യൂട്ടറും കൂട്ടി GST, 2 മങ്കി പോക്സ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും? മൂന്നാമത്തെ സംഭവമായി പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി വിശുദ്ധ വെളിപ്പാട് പുസ്തകം എന്ത് പറയുന്നു? ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ന് രാത്രി ബ്രിട്ടനിൽ ഇപ്പോൾ നടക്കുന്ന ചൂടും കൂടെ പറയുമ്പോൾ ഈ പ്രവചനങ്ങളായിരിക്കും ഇന്ന് രാത്രി. ബാക്കി നാളെ വീണ്ടും വിശുദ്ധ വെളിപ്പാട് പുസ്തകമായിരിക്കും. അടുത്ത ദിവസം രാത്രിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം പൂർണ്ണമായിട്ട് പ്രസംഗിക്കും. എസക്കേൽ പ്രവചനമായിരിക്കും പ്രസംഗിക്കുന്നത്. ആദ്യ രാത്രി ആയതുകൊണ്ട് അല്പസമയം കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്നിട്ടും കർത്തൃദാസൻ വേറെ ഒന്നും പറഞ്ഞില്ല. അനിൽ പാസ് വളരെ ക്ലിയറായിട്ട് ചന്തവും ക്രമമായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് സമയം 2 മിനിറ്റ് വൈകിയാലും നിങ്ങൾ മതിൽ ചാടി പോകരുത്. സമാധാനത്തിൽ ഇരുന്ന് വചനം കേൾക്കണം. ഇനിയിപ്പം വചനമൊക്കെ എങ്ങനെ കിട്ടുമെന്നുള്ളത് പോലും കാലമല്ലാത്തൊരു പ്രതിസന്ധി പോവുക. അതുകൊണ്ട് ഏറ്റവും ദൂരെ യാത്ര ചെയ്ത് പോകേണ്ടത് എനിക്കാണ്. രാവിലെ നാളെ നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയാണ്. കൊല്ലത്തിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. രാവിലെ ട്യൂട്ടോറിയൽ ക്ലാസ് എടുക്കാനുണ്ട്. ഇന്ന് രാത്രി പോകണം. അതുകൊണ്ട് ആരും വാച്ചിലോട്ട് നോക്കരുത്, ബൈബിളിലോട്ട് മാത്രം നോക്കണം. നമുക്ക് ഒരുമിച്ച് അവസാനം ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. ദൈവമക്കൾ നിങ്ങളുടെ അടുത്തുള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ ഒരു മതത്തിനെയോ ഒരു സഭയോ ഒരു വ്യക്തിയോ കുറ്റം പറയത്തില്ല. എൻ്റെ ആഗ്രഹം ഒരു വ്യക്തി യേശുവിനെ കാണണം, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരെയും കൊണ്ടുവരാം. തൊട്ടടുത്ത CSയുടെ പ്രമുഖ കൺവെൻഷനുകളിലെല്ലാം ഞാൻ പ്രസംഗിക്കുന്നത്. അവിടുത്തെ കർത്തൃവേലക്കാരെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ, അവർക്ക് സഹകരിക്കാം. പല സമയത്ത് സാൽവേഷൻ ആർമിക്കാർ നെയ്യാറ്റിൻകര മേഖലയിലെല്ലാം എന്നെ വിളിച്ച് പ്രസംഗിക്കാറുണ്ട്. അവർ വന്ന് കേൾക്കാറുണ്ട്. എല്ലാ സഹോദരങ്ങളും കേൾക്കും. അതുകൊണ്ട് ഒരു മതത്തിനെയോ ഒരു സംഘടനയോ ഒരു വ്യക്തികളെയല്ല, വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റിയായിരിക്കും ഈ രാത്രി മുതൽ നാം ചിന്തിച്ചു തുടങ്ങുന്നത്. 10 വാക്യങ്ങളായിരിക്കും ഇന്ന് രാത്രി വെളിപ്പാടും എസക്കേലും ഇരമ്യാവുമായിരിക്കും വായിക്കുന്നത്. ശ്രദ്ധയിലേക്ക് കടക്കാം. നാം പാർക്കുന്ന ഭൂമി 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അന്റാർട്ടിക്ക. 262 ലോകരാഷ്ട്രങ്ങൾ, 6000 ഭാഷ സംസാരിക്കുന്ന ലോകം മനുഷ്യൻ. നാളെ ഇവിടെ എന്ത് നടക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. 2009 ഒക്ടോബർ മാസം അവസാനം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മുഴുവൻ മാറ്റി. ഏവർക്കും അറിയാവുന്നതുപോലെ അമേരിക്കയിൽ ഇന്നത്തെ പ്രസിഡന്റ് ബൈഡൻ കുഴങ്ങുന്നു, WHO കിടങ്ങുന്നു, UN ജനറൽ സെക്രട്ടറി കരയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറയുന്നു സാമ്പത്തിക രംഗം തകരുന്നു. കേരളവുമെല്ലാം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടറിന് ഉറക്കമില്ല, പ്രസിഡന്റിന് ഉറക്കമില്ല, പ്രധാനമന്ത്രിമാർക്ക് ഉറക്കമില്ല. നമ്മുടെ പാവപ്പെട്ട നേഴ്സുമാർ പോലും 2 മൊബൈൽ തലയിൽ വെച്ചിരിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത കാലം. അല്പമെങ്കിലും മയങ്ങുന്നത് കർത്താവിനെ ഉയർത്തുന്ന ദൈവമക്കൾ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എവിടെ തൊട്ടാലും വൈറസ്. നോട്ടിൽ പിടിച്ച വൈറസ്, പാൽ പാക്കറ്റിനകത്ത് തൊട്ട വൈറസ്, ബസ്സിൻ്റെ കമ്പിയെ തൊട്ട വൈറസ്, അത് സ്കൂട്ടറിൻ്റെ ഹാൻഡിലെ തൊട്ട വൈറസ്. സകല ഇടത്തും കഴിഞ്ഞ 2.5 വർഷമായിട്ട് വൈറസ് ആഞ്ഞടിച്ചു. പക്ഷേ ഇന്ന് രാത്രിയും വൈറസ് ഏൽക്കാത്ത ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് യോഗം ഇവിടെ നടക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സുന്ദരമായ അമേരിക്ക, ട്രംപിനെ മാറ്റിയിട്ടെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ ജോ ബൈഡൻ കയറിയത് ഒരു രക്ഷയില്ല. അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു. 2024 മുതൽ അമേരിക്കയുടെ ഇന്നത്തെ കറൻസിയായ ഡോളർ പണ്ട് ഇവിടെ നിരോധിച്ചതുപോലെ ഒരു മനുഷ്യനും കയ്യിൽ വെക്കാത്ത ഒരു കാലത്തിലേക്ക് അമേരിക്ക വരുന്നു. ശക്തമായ പ്രളയം അമേരിക്കയിലടിക്കുന്നു. ടെക്സാസിലും ഇല്ലിനോയിലും ചുഴലിക്കാറ്റ് ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുന്നു. കാലിഫോർണിയയിൽ ഭൂമിയുടെ നിർണായകമായ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ തൊട്ടടുത്ത് മെക്സിക്കോയിൽ നിന്ന് ആൾക്കാർ കമ്പിവേലി വളച്ചുകൊണ്ട് അമേരിക്കയിൽ ചാടാൻ കൊതിക്കുന്നു. അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നു. തൊട്ടടുത്ത സ്ഥലം കാനഡ. നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ഇവിടെ തന്നെ പേയാടും തച്ചോട്ടുകാവിലും അന്തിയൂർ കോണത്തും കിള്ളിയിലുള്ള പിള്ളേരെല്ലാം പപ്പായോടും മമ്മിയോടും 28 ലക്ഷം മേടിച്ച് കാനഡയിലേക്ക് പറന്നു. പ്രാക്കളെ പോലെ നാം പറന്നിടുമേ സ്തോത്രം. അവിടെ കാനഡയിൽ ചെന്നപ്പോൾ ഇടയ്ക്ക് മഞ്ഞുപാതമായിരുന്നു. ഇപ്പോൾ 47 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടടിക്കുന്നു. തീർന്നില്ല. കാനഡയുടെ പ്രധാനമന്ത്രിയുടെ പേര് ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹത്തിന് 2 പ്രാവശ്യം കോവിഡ് വന്നു. അദ്ദേഹം പറഞ്ഞു, ചൈനയെ ഞാൻ കൈകാര്യം ചെയ്യും. അവസാന ദിവസങ്ങളിൽ നമ്മളത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ കാനഡയെ ദൈവം ന്യായം വിധിക്കും. എന്താ ന്യായം വിധിക്കുന്നത്? ലോക ചരിത്രത്തിലായി ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ട ഒരു കാര്യം, മയക്കുമരുന്ന് കടകൾ ഓപ്പണായി
കാനഡയിൽ മയക്കുമരുന്ന് വിൽക്കുവാനുള്ള ലൈസൻസ് കൊടുത്തു. ഇതിൻ്റെ പേരാ സോദോമിൻ്റെ പാപം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി കാനഡയിലേക്ക് തൊഴിലിറങ്ങാൻ തകരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വല്ലാത്ത നിലയിൽ പോകുന്നു. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയ, 4 പട്ടണങ്ങൾ: ഓസ്ട്രേലിയ, സിഡ്നി, മെൽബൺ, പെർത്ത്, അൽബേനിയ. ലോകത്തിൽ, കേരളത്തിൽ പോലും 37,000 കോവിഡ് അടിച്ചപ്പോൾ, അനേകം പേർ മരിച്ചപ്പോൾ, ഓസ്ട്രേലിയയിൽ മാത്രമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസ്, മരണസംഖ്യ കുറവ്. എന്താ അവിടെ കുറയാൻ കാരണം? അവിടെ കോവിഡ് അടിച്ചപ്പോൾ അവിടുത്തെ അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് സ്കോട്ട് മോറിസൺ. അദ്ദേഹം കൈ ഉയർത്തി സ്വർഗത്തോട് പറഞ്ഞു, കർത്താവേ, ഈ മഹാവ്യാധിയുടെ നടുവിൽ എൻ്റെ രാജ്യത്തെ, എൻ്റെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു, സ്വർഗം കാത്തുകൊള്ളണം. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുകളിൽ കർമ്മേലിൽ യാഗപീഠത്തിൽ സ്വർഗത്തിൻ്റെ അഭിഷിക്ത തീ ഇറങ്ങിയതുപോലെ ഓസ്ട്രേലിയയിലെ ദൈവദാസന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ആയിരങ്ങൾ ലോകങ്ങളിൽ മരിച്ചു വീണപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ വിടുവിക്കുന്നവൻ്റെ കരം അവിടെ വെളിപ്പെട്ടതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ അടുത്ത പട്ടണമാ ബ്രിട്ടൻ. ഈ ദിവസങ്ങളിൽ അവർ തളർന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയുടെ കസേര പോയി കഴിഞ്ഞു. ഒരു ഇന്ത്യക്കാരനും മറ്റൊരു സഹോദരിയും മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അന്തിമ ദിനങ്ങളിൽ ബ്രിട്ടൻ ഇന്ത്യക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ എവിടെ വന്നു? ഗുജറാത്തിൽ മോഡി സാറിൻ്റെ സ്വന്തം ഭവനത്തിൽ വന്നു. അതിനുശേഷം ഡൽഹിയിൽ വന്നു. സാറേ, കുറെ കുഞ്ഞുങ്ങളെ ഇഞ്ഞ് തന്നേരം ഞങ്ങൾ എടുത്തോളാം. ഇന്നും നിങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് മണലി മോങ്ങോട് സന്തോഷം. 15 ലക്ഷം രൂപ കൊടുത്താൽ 2 വർഷത്തെ വിദ്യാഭ്യാസം, 3 വർഷത്തേക്ക് ഇമിഗ്രേഷൻ. അത് കഴിഞ്ഞ് അപ്പനെയും അമ്മയും കൊണ്ടുപോകുവാൻ ബ്രിട്ടൻ ഇന്ത്യക്കാർക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു പട്ടണമുണ്ട്. അതിൻ്റെ പേര് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അദ്ദേഹവും പറയുന്നു, ഇന്ത്യക്കാർ വരട്ടെ. ചില പ്രത്യേക മതവിഭാഗക്കാരെ അവിടെ ഒഴിവാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാൽ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, ന്യൂസിലൻഡ്, പൗലോസ് എത്തിയ മെലീത്തയാകുന്ന മാൾട്ടാ ദ്വീപ് വരെ മലയാളി എത്തിക്കഴിഞ്ഞു. എന്തിനിങ്ങനെ എത്തുന്നു? ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. വഴികളും വാതിലുകളും തുറക്കുന്നു. പണ്ട് പേയാട് വിട്ടാൽ എവിടെ? ബോംബെയും ഡൽഹിയും. അത് കഴിഞ്ഞിട്ട് മലയാളി എവിടെ ചാടി? ഗൾഫിൽ ചാടി. ഗൾഫിൽ നിന്ന് ബന്ദിക്കോസുകാരെവിടെ ചാടി? അമേരിക്കയിൽ ചാടി. അമേരിക്കയിൽ നിന്ന് പിള്ളേരെവിടെ ചാടി? കാനഡയിലേക്ക് മതിലിയാടി. ഇപ്പോൾ ലോകം മുഴുവൻ മലയാളി തട്ടുകടയും ചായക്കടയും നടത്തുവാൻ മാൾട്ടാ ദ്വീപ് വരെ എത്തി. വാതിലുകൾ തുറക്കുന്നു. അന്ത്യദിനങ്ങൾ. അത് കഴിഞ്ഞ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ മധ്യപകുതിയാണ്. അവിടെ ഒരുവൻ കിടപ്പുണ്ട്. അവൻ്റെ പേര് ഇസ്രായേൽ. 2.5 ഡിസ്ട്രിക്ട് വലിപ്പം. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴയുടെ വലിപ്പമുള്ള 90 ലക്ഷം ജനങ്ങളുള്ള ഇസ്രായേൽ ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു. കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ നാം എല്ലാം വീട്ടിൽ നിന്നപ്പോൾ ഇസ്രായേലിൻ്റെ സ്ഥാനപതി തിരുവനന്തപുരം ടെക്നോ പാർക്ക്, UST ഗ്ലോബൽ, ഇൻഫോസിസ്. അത് കഴിഞ്ഞിട്ട് മറ്റ് 3 കമ്പനികൾ കൂടി കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും നൂതനമായ ടെക്നോളജി കൊടുത്തു. ഇസ്രായേലിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്ന് നമ്മൾ മൂങ്ങോടിരിക്കുമ്പോൾ, ഈ മണലിയിലിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം പാർക്കുന്ന ഭൂമി 51 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അതിൽ 36 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വെള്ളമാണ്. 3-2 ഭാഗം സമുദ്രം. ലോകത്തിലെ സമുദ്രത്തിൽ എന്ത് നടക്കുന്നെന്നറിയുവാൻ ഇസ്രയേൽ ഇന്ന് ഡോൾഫിൻ അഥവാ മത്സ്യത്തിൻ്റെ ചിറകിനകത്ത് ക്യാമറ വെച്ചിട്ട്, ഇവിടെ 5G ഇപ്പോഴേ വന്നോളൂ, അവിടെ നേരത്തെ 5G വന്നു കഴിഞ്ഞു. സാറ്റലൈറ്റ് വഴി കടലിലെ ചലനങ്ങൾ അവർ ഒപ്പിയെടുക്കുന്നു. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ കൊടുക്കുവാൻ വേണ്ടി പദ്ധതി വെക്കുന്നു. അതായിരിക്കും അവസാന രാത്രി. ഏറ്റവും പുതിയ സംഭവങ്ങളായിരിക്കും അവസാന രാത്രി പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഉക്രൈനെ കഴിഞ്ഞ ഫെബ്രുവരി 24 മുതൽ അടിച്ചു. മാസം 4 കഴിഞ്ഞു. ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. രക്ഷയില്ല. അത് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ ചൈന, കള്ളന്മാരുടെ കോട്ട. 1 കോടി പേര് ഇപ്പോഴും കോവിഡിൽ ലോക്ക്ഡൗണിനകത്ത്. 4 പട്ടണങ്ങൾ ഇപ്പോഴും അവിടെ പ്രശ്നത്തിലാണ്. ചൈനയിൽ സഹകരണ ബാങ്കുകളെപ്പോലെ ബാങ്കുകളും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. നിർണായകമായി ഇപ്പോൾ ചൈന സൈനിക വിന്യാസം നടത്തുന്നു. എവിടെ? തൈവാനെ പിടിക്കുവാൻ വേണ്ടി. ബൈബിളിൻ്റെ പ്രവചനങ്ങളെല്ലാം യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത രാഷ്ട്രമാണ് ലോകത്തിൽ ജപ്പാൻ. നല്ല രാഷ്ട്രം. ഇപ്പോഴും അവർക്കൊരു വിഷയവുമില്ല. സന്തോഷമായി നീങ്ങുന്നതിനിടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിൻ്റെ സുഹൃത്തു കൂടിയായ ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഷിൻസോ ആബെയെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്നു. ഇന്ന് രാത്രി ബൈബിളിൽ കൂടി നാം അത് ചിന്തിക്കും. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ വരുന്ന സ്ഥലങ്ങളിലൊന്ന് ഗൾഫ് രാജ്യങ്ങൾ. അബ്രഹാമിന് സാറ മരിച്ചപ്പോൾ ഒരു ഭാര്യയെ ലഭിച്ചു, കെതൂറ. ഉൽപ്പത്തി 25. 6 മക്കൾ അതിനകത്തുണ്ട്. 1 സൗദി അറേബ്യ, 2 UAE, 3 ബഹ്റിൻ, 4 കുവൈറ്റ്, 5 മസ്കറ്റ്, 6 ഖത്തർ. ഈ രാഷ്ട്രങ്ങൾ 6 സാമ്പത്തികമായി പരാധീനതയിലേക്ക്. കോവിഡ് വാക്സിനൊക്കെ എടുത്തതിന് ശേഷം സാമ്പത്തിക മണ്ഡലം തകരുന്നു. ഇവിടെ കുറേ അമ്മാമ്മമാരും അച്ചായന്മാരും സഹോദരങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാം എൻ്റെ സ്നേഹിതർ.
ഇനി പെമ്പിള്ളാരെ ഒന്നും ഗൾഫുകാരെ കൊണ്ട് കെട്ടിച്ചു വിടരുത്. നിങ്ങളുടെ കാശും പോവും, കെട്ടിയ ചെറുക്കൻ തിരിച്ച് വാപ്പസ് ചെയ്യാവും. ഗൾഫ് നാട്ടുമാങ്ങ കുലുങ്ങുന്നത് പോലെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു അന്ത്യദിനങ്ങൾ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന രാഷ്ട്രമാ അഫ്ഗാനിസ്ഥാൻ. 20 വർഷം താലിബാൻ അമേരിക്ക കയ്യിൽ വെച്ചിട്ട് താലിബാൻ്റെ കൊടുത്തു. ഇന്ന് അഫ്ഗാൻ കുഴങ്ങുന്നു, എന്നും വെടിവെപ്പ്. അതിൻ്റെ തൊട്ടടുത്തൊരുത്തനുണ്ട് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ പ്രത്യേകത എന്താ? അവിടെ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു പ്രധാനമന്ത്രി. അവൻ്റെ പേരാ ഇമ്രാൻ ഖാൻ. ഈ റഷ്യ ഉക്രൈനെ അടിക്കുന്നത് ലൈവ് കാണാൻ വേണ്ടി അവനെവിടെ പോയി? റഷ്യയിൽ പോയി. എന്നിട്ട് അടി കണ്ടിട്ട് പറഞ്ഞു ഫാൻറ്റാസ്റ്റിക് അറ്റാക്ക്, നല്ല അടിയാന്ന് പറഞ്ഞു നാടൻ ഭാഷ. അന്നേരം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു ഇനി അവന് വിരിക്കണ്ട. അവൻ്റെ കസേരയുടെ കാൽ ഇമ്രാൻഖാൻ്റെ ഊരി ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ചപ്പാത്തി തിന്നുന്നു. രാഹുൽ ദ്രാവിഡ് വിക്കറ്റ് എറിഞ്ഞതുപോലെ ഇമ്രാൻഖാൻ ക്ലീൻ ബൗൾഡായി പാകിസ്ഥാൻ അടുത്ത കലാപത്തിലേക്ക്. അത് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തൊരുത്തനുണ്ട് ശ്രീലങ്ക. 483 രൂപ 1 കിലോ അരി, 283 കിലോ രൂപ 1 ലിറ്റർ പാലിന് ശ്രീലങ്ക കുഴങ്ങുന്നു. രാത്രിയിൽ ചിന്തിക്കാം. ചൈനക്കാരൻ്റെ തിരുവനന്തപുരം ഭാഷ വട്ടിപ്പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ഹമ്പൻതോട്ട തുറമുഖം ആര് കൊണ്ടുപോയി? ചൈന കൊണ്ടുപോയി. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് നിലവിളി വന്നപ്പോൾ 2 മുട്ടാടുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഒരു കുഞ്ഞാടെത്തുന്നത് പോലെ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴക്കൂട്ടം പാലത്തിൽ കയറി എസ് ജയശങ്കർ ശ്രീലങ്കയിൽ ചെന്ന് $300 കോടി കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ നെല്ല്, LDF വരും, എല്ലാം ശരിയാകും. അങ്ങനെ ശ്രീലങ്കയെ കരങ്ങളിലെടുക്കുവാൻ ഇന്ത്യ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. നേപ്പാൾ തൊട്ടടുത്തേക്ക് അവരും തകർന്നുകൊണ്ടിരിക്കുന്നു. നാം പാർക്കുന്ന ഇന്ത്യ 135 കോടിയിൽ നിന്ന് 150 കോടിയിലേക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യാ ശ്രേണിയിലേക്ക് ഇന്ത്യ കടക്കുവാൻ പോകുന്നു. ഇൻഫർമേഷൻ, ബയോ, നാനോ ടെക്നോളജി, മനുഷ്യനെ ആകാശത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ടെക്നോളജികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ രണ്ടാമത് വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നാം നിർണായകമായ ചില കാര്യങ്ങൾ കണ്ടു. സകലതും എഴുതി വിറ്റ് കാശ് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് ആര് കൊണ്ടുപോയി? അദാനി കൊണ്ടുപോയി. വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ ആര് കൊണ്ടുപോയി? അദാനി കൊണ്ടുപോയി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കയറി എയർ ഇന്ത്യ ആര് കൊണ്ടുപോയി? ടാറ്റ കൊണ്ടുപോയി. സ്വോത്രം. LIC എന്താ വിറ്റ് കാശ് മേടിക്കുന്നു. ഇനി ഒരെണ്ണേ വിൽക്കാനുള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് വിറ്റാൽ അന്ന് രാത്രി കർത്താവ് മധ്യാകാശത്തിൽ വരും. അവിടം വരെ ഇന്ത്യയും എത്തി നിൽക്കുന്നു, മുഴുവൻ ഒരുവൻ്റെ കയ്യിലേക്ക് പോകുവാൻ. അപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. 4 രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഇന്ത്യ ആയുധങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. 1 അമേരിക്ക, 2 റഷ്യ, 3 ഇസ്രായേൽ, 4 ഫ്രാൻസ്. ഈ രാഷ്ട്രങ്ങൾ ആയുധം മേടിക്കുമ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ശ്രീ അമിത്ഷാ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവരാരുമല്ല ചെയ്തത്, ജനറൽ ബിപിൻ റാവത്താണ്. അതുകൊണ്ട് ഇന്ത്യ വല്ലാത്ത നിലയിലേക്ക് പുറകോട്ട് പോയ ആയുധത്തിൽ ഇപ്പോൾ അതിനെ കടത്തി വെട്ടിക്കൊണ്ട് റഷ്യയിൽ നിന്ന് S-400 അഥവാ ഏറ്റവും വലിയ മിസൈൽ സംവിധാനം മേടിച്ച് പാകിസ്ഥാൻ്റെ ചൈനയുടെയും അതിർത്തിയിൽ ഇന്ത്യ റെഡിയായിരിക്കുന്നു. ഒരേ സമയം 80 സ്ഥലത്തേക്ക് മിസൈൽ അയക്കാവുന്ന ഏറ്റവും നിർണായകമായ S-400 എന്ന മിസൈൽ സംവിധാനം ഇന്ത്യ മേടിച്ചു. അന്ത്യദിനങ്ങൾ യുദ്ധക്കൊതിയന്മാരായി. അപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇന്നൊരു പരിപാടി കൊണ്ടുവന്ന അഗ്നിവീർ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇറാനും ഇസ്രയേലും ചെയ്ത പരിപാടിയാണ്. 18 തികഞ്ഞ ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്ക് സൈന്യത്തിനകത്ത് 5 വർഷത്തെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരിഞ്ഞു വിളിക്കുവാൻ 10 ലക്ഷം ഭടന്മാരെ ഇന്ത്യ കൊണ്ടുവരുന്നു. നമ്മൾ വിചാരിക്കും ഇതെന്തിനാന്ന്? കുഞ്ഞുങ്ങളെ ഇത് അന്തിമ യുദ്ധത്തിന് വേണ്ടി ട്രെയിൻ ചെയ്യുക. 10 ലക്ഷം പേരെ ട്രെയിൻ കൊടുക്കുന്നു. കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും റാലി അഗ്നിപഥാൻ്റെ അഗ്നിവീർ. ഒരു അന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോകുന്നു. നാം പാർക്കുന്നത് കൊച്ചു കേരളം, സുന്ദര കേരളം, സാക്ഷര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതൊക്കെ പോയി കോവിഡ് ഉണ്ടായപ്പോൾ ഇവിടെ 2 കാര്യം പൊടിക്കുന്നു. 1 കഞ്ചാവ്, 2 മയക്കുമരുന്ന്, 3 എന്നും പിടിക്കുന്നു AMDA MDA. പിള്ളേരുടെ പോക്കറ്റിലും അച്ചായന്മാരുടെ അമ്മാമ്മമാരുടെ കയ്യിലെല്ലാം മയക്കുമരുന്ന്. കണ്ടോ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പൈസയില്ലെന്ന് പറയും. കഴിഞ്ഞ കോവിഡ് കാലത്ത് കഴിഞ്ഞ ഡിസംബറിൽ മലയാളി കുടിച്ചത് എത്ര? 95 കോടി ഒരു ദിവസം. പഞ്ചാബിനെ കടത്തിവിട്ട് ശ്രീ KN ബാലഗോപാൽ പറയുന്ന പോലെ യേശുക്രിസ്തു 2 പ്രാവശ്യം ജനിച്ചിരുന്നെങ്കിൽ അമ്മച്ചിമാർക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കാമായിരുന്നു ഈ കള്ളിൻ്റെ കാശ് കൊണ്ട്. അങ്ങനെയെങ്കിൽ ഇത്രയും കുടിക്കുന്ന കേരളം കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ ഇനി ചിന്നമ്മാമ വെറുതെ വെച്ചേക്കുവോ? ന്യായവിധി കേരളത്തിൽ. രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ കേരളത്തിലും പ്രതിസന്ധികൾ വരുന്നു. താമസമിനാ നിങ്ങൾ കാണുന്നത് ആക്രമണങ്ങൾ കേരളത്തിൽ നടക്കും. ഇത്രയും ഞാൻ പറയുന്നു. വല്ലാത്ത ഒരു അസ്ഥിരമായ കാലം, ശാന്തതയില്ലാത്ത ഭവനങ്ങൾ, സ്വസ്ഥതയില്ലാത്ത നഗരങ്ങൾ, കുടുംബജീവിതങ്ങൾ താറുമാറ്, കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇന്ന് രാത്രി ബൈബിൾ വായിക്കുമ്പോൾ കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം
അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക്. ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ ലോക സംഭവങ്ങൾ അമേരിക്ക മുതൽ കൊച്ചു കേരളം വരെ നടമാടുമ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് പരിശുദ്ധാത്മാവ് കേമിക്കുന്ന ദൈവമക്കൾ, വചനമാകുന്ന പെട്ടകത്തിനകത്ത് കിടന്ന് രക്ഷയുടെ ദൂത് ഏറ്റെടുത്ത ദൈവമക്കൾ, ഇന്ന് ആദ്യ രാത്രി സീനായി ചർച്ചിൻ്റെ കൺവെൻഷനകത്ത് പറയൂ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി സീനായി ഗോസ്പൽ മിഷന് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവെഴുത്ത്, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1:3, വെളിപ്പാട് 1:3 വാക്യം വായിച്ചിട്ട് മക്കളെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. നല്ല രാത്രി മലയോര മേഖലയിൽ, ഈ ഗ്രാമീണ മേഖലയിൽ നിന്നുണ്ട് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിന് വേണ്ടി എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഓടെ ഉടയ്ക്കാത്ത നല്ല ദൈവ, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവ, നമ്മുടെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മഹത്വവാനായ കർത്താവിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിന് വേണ്ടി എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമത്തിൽ വിശുദ്ധനായ മോശയെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ആഴമേറിയ ചെങ്കടൽ കടത്തി. ചെങ്കടലിന് ശേഷം ഇസ്രായേൽ മക്കൾ പെരുവിറുക്കുവാൻ തുടങ്ങി. ആ പെരുവിറുപ്പിന്റെ നടുവിൽ പാറയോട് കൽപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ പാറമേൽ വടികൊണ്ടടിച്ചു. ആ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്. ആ ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത്. ആ പാറയിൽ അടിച്ചപ്പോൾ മോശയെ കനാൻ കാണിച്ചില്ല. പിസ്കാ കൊടുമുടിയിൽ കൊണ്ടുവന്ന് കനാന്റെ ഒരു പിക്ചർ കാണിച്ചുകൊണ്ട് സ്വർഗം അവനെ മാറ്റിക്കളയുമ്പോൾ മറ്റൊരുവനെ കൊണ്ടുവന്ന് അവൻ്റെ പേരായി യോശുവ. PhD ഇല്ല, ബൈബിൾ സ്കോളർ ബിരുദങ്ങളൊന്നുമില്ല. ഒന്ന് മാത്രം യോശുവയുടെ കയ്യിലുണ്ട്. മോശയുടെ പിൻപിൽ നിന്ന് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്ത പരിചയം മാത്രമേ യോശുവയ്ക്കുള്ളൂ. യോശുവ പതറുമ്പോൾ സ്വർഗം പറഞ്ഞൊരു വാക്കുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ബ്രദർ സിസ്റ്റർ വിശ്വാസത്തോടെ പറയണം, മോശയോട് കൂടെ ഇരുന്നത് പോലെ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എന്നെ അനുഗ്രഹിക്കുവാൻ കരുത്തുറ്റക്ക് ഈ കർത്താവിൻ്റെ കര യോശുവ തൊട്ടതുപോലെ ഇന്ന് രാത്രി എന്നെ തൊട്. മുൻപിൽ കാണുന്നത് എരിഹോ കടക്കുന്നതിന് മുമ്പ് വേറൊന്നുണ്ട്, യോർദാൻ, മരണനദിയായ യോർദാന്റെ ഒരു പ്രത്യേകതയുണ്ട് മക്കളെ, മാതാവേ പിതാവേ. യോർദാന്റെ പ്രത്യേകത, കൊയ്ത്ത് കാലത്തെല്ലാം യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുക. യോർദാന്റെ വക്കിൽ ഒരു പ്രത്യേകതരം ചെളിയ മണല, അവിടെ കാല് വെച്ചാൽ മനുഷ്യൻ പുതഞ്ഞവിടുന്ന് മരിക്കും. പക്ഷേ ഹല്ലേലൂയ 5 കാര്യങ്ങൾ യോശുവ ചെയ്യുവാനിടയിൽ. 1, പാളയത്തിനകത്ത് ദൈവജനത്തോട് വചനം പറഞ്ഞു. 2, അവൻ ജനത്തെ വിശുദ്ധീകരിച്ചു. 3, അവൻ ഒരു കാര്യം പറഞ്ഞു, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. 4, ആഴി എന്തെന്നറിയാതെ ആഴം എന്തെന്നറിയാതെ ജനത്തെ വഴി നടത്തി. 5, നിയമത്തിന്റെ പെട്ടകവുമായി പുരോഹിതന്മാർ യാത്രയാകുവാൻ തുടങ്ങി. പാളയത്തിനകത്ത് ദൈവജനം പ്രാർത്ഥിച്ച് വചനത്തിന്റെ കൽപ്പനയേറ്റപ്പോൾ മരണനദിയായി യോർദാന്റെ പക്കത്തേക്ക് പ്രഭാതത്തിൽ യാത്ര ചെയ്ത പുരോഹിതന്മാരുടെ കാൽ ഹല്ലേലൂയ വെള്ളത്തിന്റെ സൈഡിൽ നവിട്ടിയപ്പോൾ ഒരു അത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്തു. യോർദാനിലല്ല, അരാബയിൽ, ഈജിപ്തിനകത്ത് ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൗണ്ടറിനടുത്ത് വേദനയോടെ വന്ന കുഞ്ഞുങ്ങളെ, ഭാരത്തോട് വന്ന കുഞ്ഞുങ്ങളെ ആത്മാവിൽ ഇന്ന് രാത്രി നീ ഇവിടെ ആരാധിക്കുവാൻ തുടങ്ങിയ നിന്റെ ഭവനത്തിനകത്ത് അത്ഭുത വിടുതൽ തരുവാൻ കരുത്തുറ്റൊരു മഹാദൈവ ഇന്ന് രാത്രി അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കിയത്. ഇന്ന് രാത്രി ഹൃദയം നുറുങ്ങി ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ, നിന്റെ വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ മൂടുന്ന, നിന്റെ കുഞ്ഞുങ്ങളെ മൂടുന്ന, കിലോമീറ്ററിനകത്ത് നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. അട്ടകാരകത ഭൗഡ ഇന്ന് രാത്രി ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ വായിൽ ഞാനൊരു പുതിയ അഭിഷേകം വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, നിന്റെ കുടുംബജീവിതത്തെ ഹല്ലേലൂയ പിശാച് പോരാട്ടമിട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ തലമുറകൾക്കെതിരെ അന്ധകാര ശക്തികൾ പോരാടുമ്പോൾ, ഇന്ന് ആദ്യ രാത്രി പറയണ എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, എൻ്റെ മേലൊരു വചനമുണ്ട്. 2022 ആഗസ്റ്റ് മാസം 1-ാം തീയതി വിശ്വാസത്തോടെ ഈ ഗ്രൗണ്ടിൽ പറയണ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്, എനിക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. 1 ഇന്ന് രാത്രി എൻ്റെ മേലൊരഭിഷേകം. 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 1 ഇന്ന് രാത്രി എൻ്റെ മേലൊര
പകരുന്ന രാത്രി അവൻ തൻ്റെ വചനമയച്ച് അവരെ വിടുവിക്കുന്നുവെങ്കിൽ യോശുവയുടെ കണ്ണുനീരിന് നടുവിൽ അരാബയിലെ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി ഹല്ലേലൂയ യോർദാന്റെ അക്കരെ കടത്തിയ മഹാദൈവം ഇന്ന് രാത്രി നിന്നെ കടത്തുവാൻ ദൂതസഞ്ചയവുമായി ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പറുദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞ മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി ദൂത സഞ്ചയവുമായി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിട്ടുണ്ടല്ലോ. അപ്പച്ചാ, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ, കാൽവറിയിലെ മുറിഞ്ഞ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ കൺവെൻഷന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് തുടങ്ങി ബുധനാഴ്ച വരെ ഇതിവിടെ നടക്കുമ്പോൾ മഴ ദേശത്തിന് ആവശ്യമെങ്കിൽ പൊന്നപ്പച്ച 6 മണി മുതൽ 10 മണി വരെ ഒരു മഴയോ കാറ്റോ വരാതെ യോശുവയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഹല്ലേലൂയ സൂര്യനെയും ചന്ദ്രനെയും അയ്യാലൂരിലും ഗിബെയോനിലും നിർത്തി അത്ഭുതം ചെയ്ത മഹാദൈവം ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനായി സ്തോത്രം. ഈ ദേശത്തുള്ള എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ഉണർവിൻ്റെ കാറ്റ് 2022 ആഗസ്റ്റ് മാസം ഇവിടെ അടിക്കുക. ദൈവത്തിൻ്റെ ഹല്ലേലൂയ നിയമത്തിൻ്റെ പെട്ടകത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുക. അത്ഭുത രോഗശാന്തി ഇവിടെ വ്യാപരിക്കുക. കുടുംബങ്ങളിലകത്ത് വിടുതൽ വ്യാപരിക്കുക. ദേശത്ത് വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികൾ മാറുക. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്താൽ ഈ പട്ടണത്തിനകത്ത് യേശുവിൻ്റെ നാമത്തിലുള്ള ജയക്കൊടി ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. മഹത്വവാനായ ദൈവമേ, ഞങ്ങളെല്ലാം തൃക്കരങ്ങളിൽ തരുന്നു. ഇന്ന് തുടങ്ങി ബുധനാഴ്ച വരെ ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കാത്തുകൊള്ളണം. ഞങ്ങളുടെ യാത്രകളും വാഹനങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. മഴ ദേശത്ത് പ്രതികൂലമെങ്കിലും ഒരാപത്തും അനർത്ഥം വരാതെ ദിവ്യകരങ്ങളാൽ കാക്കപ്പെടണം. ഒരു രാത്രി കൂടി വചനവുമായി എളിവൻ നിൽക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കണം. ഞങ്ങളുടെ പേരും പ്രശസ്തിയും ഉയരണ്ട, നാഥൻ്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ഞങ്ങളുടെ യേശു ഉയർത്തപ്പെട്ടാൽ അവങ്കലേക്ക് ആയിരങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് രക്ഷയുടെ ദൂത് കരസ്ഥമാക്കി നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാകണം. ഇത് മാത്രമല്ല കർത്താവ്, ഈ പട്ടണത്തിൽ ഇനിയും ഇതുപോലെ അനവധി യോഗങ്ങൾ നടക്കുവാൻ പരിശുദ്ധാത്മാവ് അനവധി കുഞ്ഞുങ്ങളെ കരങ്ങളിൽ എടുക്കുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കർത്താവ് എല്ലാ മക്കളെയും ഈ രാത്രി അനുഗ്രഹിക്കും. മഹത്വം അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് നാം തൊട്ടുവെച്ചത്. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ, ശ്രുതിയോടെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ഹോളി ബൈബിൾ. ഇന്ന് രാത്രി നാം തൊട്ടുവെച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1, 2, 3, 4. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഏടുകൾ മശിഹാത്വം, ദാസത്വം, ദൈവത്വം, പുത്രത്വം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാം തല ധന്യനായ ലൂക്കോസ് വൈദ്യനാൽ സ്വർഗം കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ചമയ്ക്കപ്പെട്ട അപ്പോസ്തല പ്രവർത്തികൾ സഭയുടെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം തല സഭ എങ്ങനെ ഭാവിയിൽ മുന്നോട്ട് പോകണം. തൻ്റെ ശരീരമാകുന്ന സഭയും കാൽവറിയിൽ തൻ്റെ ചുടുനിടത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പത്യോപദേശത്തിൻ്റെ ചുവടുകൾ ചവിട്ടി എങ്ങനെ യാത്ര ചെയ്യണമെന്ന് ലേഖകന്മാരിൽ കൂടി വരച്ചു കാട്ടിയിരിക്കുന്നു. റോമ, കോരിന്ത്യ, തെസ്സലോനിക്ക, തിമത്തിയോസ്, എബ്രായർ, എഫേസ്യർ വലിയ ലേഖനങ്ങൾ അതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയെ പുതിയ നിയമലേഖനങ്ങൾ. 4-ാം തല ദൈവസഭ എടുക്കപ്പെടുന്നതിനോടൊപ്പം പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അതിനപ്പുറം ഉപദേശത്തിലേക്ക് കടന്നു പോകുന്ന പല കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ പറ്റി 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാനും 2 യോഹന്നാനും, 3 യോഹന്നാനും, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും എഴുതുമ്പോൾ അവസാന ലേഖത്തിൻ്റെ അവസാന കണ്ണിയായി യൂദ പരിസമാപ്തിയിലേക്ക് കുറിക്കുന്നു. വരുവാനുള്ളവൻ വരും. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു. കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും മഴയെ അവഗണിച്ച്, തണുപ്പിനെ അവഗണിച്ച്, കാറ്റിനെ അവഗണിച്ച് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന പണം പെട്രോൾ അടിച്ച് വണ്ടികളിൽ ഇവിടെ വന്നതിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അങ്ങനെ ചങ്കിനകത്ത് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനും അപ്പുറം ഈ പട്ടണത്തിലുള്ളവരറിയണം. ഉപദേശിമാർ പലരും പ്രസംഗിക്കത്തില്ല. കള്ള് കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിൻ്റെ മോഹത്തിൽ ജഡം, പാപം, പിശാച്, പക, പിണക്കം, കോപം, തൊന്തപക്ഷം, ജാരശങ്ക
ഇതെല്ലാം ഏറ്റെടുത്തവരെ ചേർക്കുവാൻ ഏകനും അന്യനും ന്യായാധിപതിയുമായി കർത്താവ് മധ്യാകാശത്തിൽ വരും. സ്വോത്രം. വെള്ള സിംഹാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാണ്. ആ പാൻഡമിക്കിനകത്ത് അപ്പം തന്നെ കോവിഡ് വരും, ഇനി ഒരുപാട് രോഗങ്ങൾ വരും. അപ്പം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ പത്രോസ് വിട്ടതുപോലെ ഈ കോവിഡൊക്കെ കണ്ട് സൂചിച്ചിട്ടില്ലായിരിക്കുമ്പോൾ പഴയ പടകും വലയെടുത്ത് എന്തോത്തിന് പോകും? മീൻപിടുത്തത്തിന് പോകും. അങ്ങനെയുള്ളവരെ കണ്ടിട്ട് വീണ്ടും സ്വർഗം പറയുന്നു, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയുടെ നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ പാടി ആരാധിക്കുന്നതിന് മുമ്പ് മതിൽ ചാടത്തില്ല. അവർ അന്ത്യത്തിങ്കൽ പറയും, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. സ്വോത്രം. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. വചനത്തിലേക്ക് കടക്കാം. AD 30 ഏപ്രിൽ മാസം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അനിൽകുമാർ പാസ ഭാഗമെന്ന് തൊട്ടുവെച്ചു. തുടക്കത്തിൽ തന്നെ ഏതെൻ്റെ പൂങ്കാവനത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിലും സാദൃശ്യത്തിലും സ്വരൂപത്തിലും ബഹുമാനത്തിലും അധികാരത്തിലും ജീവിച്ച് ഒരായുസ് അഥവാ 1000 സംവത്സരം ഒരു ദിവസമായി കൊടുക്കുമ്പോൾ പാപം ചെയ്ത ദൈവമനുഷ്യൻ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ സർപ്പഹവ്വയെ ഉപായത്തിൽ ചതിക്കുമ്പോൾ തോട്ടത്തിന് പുറത്തേക്ക് യാത്രയാകുന്നു. രക്ഷയുടെ തേജസ് അവിടെ നഷ്ടപ്പെടുത്തുന്നു. തീർന്നില്ല. രണ്ടാമത് വരുമ്പോൾ ഏക മനുഷ്യനായി അബ്രഹാമിന്റെ തലമുറയിൽ വരുന്ന ഇസഹാക്കിന് വേണ്ടി യാഗപീഠത്തിനകത്ത് എന്താ കൊണ്ടുവരുന്നത്? ഒരാടിനെ മറുവിലയായി ഇറക്കുന്നു. തീർന്നില്ല. ഇസ്രയേൽ ജനം ചെങ്കടൽ കടന്ന് മറുകര എത്തുവാൻ വേണ്ടി പെസഹായ്ക്ക് വേണ്ടി ചോരത്തളി ആചരിക്കുമ്പോൾ 1000കണക്കിന് ആടുകളെ അറുത്തുമാറ്റുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തുമ്പോൾ 1,62,000 ആടുകളെ അറുത്തപ്പോൾ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇസ്രായേൽ ജനം മുഴുവനും ആടിനെയും പശുവിനെയും കുറുപ്രാവിനെ അറക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഈ ആടിനെ അറുത്തുള്ള ബലി വേണ്ട, അങ്ങനെയെങ്കിൽ ആർ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പോകും. സ്വോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസുകാരൻ്റെ അല്ല, മർത്തോമയുടെ അല്ല, CSI അല്ല, മനുഷ്യനായി ജനിച്ചവന്റെ പാപത്തെ മുഴുവൻ മാറ്റുവാൻ ഒരേ ഒരു കുഞ്ഞാടിനെ ഇന്ന് രാത്രി കഴിയൂ. ആ കുഞ്ഞാടിന്റെ പേരാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്, നസ്രേനായ യേശു ക്രിസ്തു. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. ഇവിടെ CPM കാട്ടാക്കട സമ്മേളനം നടക്കും, ബയാട് നടക്കുമ്പോൾ അവരാദ്യം വിളിക്കുന്ന രക്തസാക്ഷി മരിക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് BJP-കാരുടെ യോഗം എന്നൊരു അവർ പറയുന്നൊരു വാക്കുണ്ട്, ബലിദാനികൾ മരിക്കുന്നില്ല, ബലിദാനികൾ മരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കാൽവറിയിലെ ചങ്കിലെ ചോരയാൽ തൻ്റെ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കണമെങ്കിൽ കാളയും പ്രാവുമല്ല ഇറക്കേണ്ടത്, ഏകനാൽ പാപവും പാപത്താൽ മരണവും. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെടണം. ആ കുഞ്ഞാട് സ്തോത്രം. യോഹന്നാൻ വരച്ചു കാട്ടി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ വീണ്ടും പറയുന്നു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഗെത്സമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ തകർക്കപ്പെട്ടു, ഗോൽഗോഥായിൽ അവൻ പരമയാഗമായി തീർന്നെങ്കിൽ ഒരു പടയാളി അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്നൊഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. കാൽവറി ദർശനം. AD 30 നടക്കുന്ന കാൽവറി ദർശനം കാണുമ്പോൾ അന്ന് പലരും ചിതറി ഓടുമ്പോൾ ഒരുവൻ കാൽവറിയിൽ ദർശനത്തിലുണ്ടായിരുന്നു. അവൻ്റെ പേരാ അപ്പോസ്തലനായ യോഹന്നാൻ. അപ്പോസ്തലനായ യോഹന്നാൻ കാൽവറി ദർശനം അവസാന മിനിറ്റുകൾ വരുമ്പോൾ യേശുവിൻ്റെ അമ്മയും അപ്പോസ്തലനായ യോഹന്നാനും കുരിശിൻ്റെ താഴെ ഇരിക്കുമ്പോൾ അവൻ പ്രാണന വിടുന്നതിന് മുമ്പ് എലീലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് വാക്കുകൾ വരുന്നതിന് മുമ്പ് വളരെ ക്ലിയറായ ഒരു കാര്യം പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. യേശുവിൻ്റെ അമ്മയോട് പറഞ്ഞു, സ്ത്രീ ഇതാ നിന്റെ മകൻ. ആ കാൽവറി ദർശനം കണ്ട് കാൽവറിയിലെ ക്രൂശീകരണം അവസാനിക്കുന്നു. AD 37 കാലഘട്ട റോമിന്റെ ചരിത്രത്തിനകത്ത് കിരാതമായ ചക്രവർത്തിമാർ, ഈ ഹേരോദാവും പീലാത്തോസും എല്ലാം മാറുമ്പോൾ കാലത്തിന്റെ യവനികയ്ക്ക് വരുത്തുവന്ന കൈസർമാർ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ വചനമെടുക്കുന്ന സകലരെയും കാലപുരിക്കുവാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഭക്തനായ സ്തേഫാനോസിനെ എന്താ ചെയ്തത്? അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സ്വർഗം അവന്റെ മുൻപിൽ തുറന്നു. തീർന്നില്ല. അതിനുശേഷം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ ശൗല് അവനെ എന്താ ചെയ്തത്? മർമാട്ടൻ ഗുഹയായ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ പിടിച്ചു കൊണ്ടുവന്നു. ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്നിട്ട് പേയാട് തടിമില്ലിനകത്ത് തടിയിറക്കുന്നത് പോലെ അവൻ്റെ കഴുത്തറുത്തു മാറ്റുക ഈർക്കവാൾ കൊണ്ട്. അപ്പോഴും അതിനകത്ത് ആരാ പറയുന്നത്? നമ്മുടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് വേണ്ടി നീതിയുടെ കിരീടവുമായി എൻ്റെ നാഥൻ പ്രതിഫലം തരും. ഹല്ലേലൂയ. കാണുന്നത് താൽക്കാലികമെങ്കിലും കാണാത്തതൊന്നൊരു നിത്യമുണ്ടെന്ന പ്രത്യാശയോടെ നടന്നിറങ്ങിയ അപ്പോസ്തലന്മാർ
അഭിഷിക്തന്മാരുടെ വചനത്തിന്റെ ചുരുളുകളെ ഇന്ന് രാത്രി കരങ്ങളിൽ വഹിക്കുന്ന അഭിഷിക്തന്മാർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. വചനത്തിൻ്റെ ഏടുകൾ അതിന് മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും അടുത്ത പ്രിയപ്പെട്ടവരെ പത്രോസിനെയും യാക്കോബിനെയും മക്കൾ ഗിളച്ഛേദം നടത്തുന്നു, തല കീഴായി ക്രൂശിക്കുന്നു. മലയാളക്കരയിൽ വന്ന തോമസ് ലീഗ AD 72 കാലപുരിക്ക് അയച്ചതായ ചരിത്രമാണ് ഇവിടെ കിടക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ നമ്മൾ അല്പസമയം മുൻപോട്ട് പോയാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പച്ച അമ്മച്ചി നമ്മുടെ കരങ്ങളിൽ, സഹോദര സഹോദരി നമ്മുടെ കരങ്ങളിൽ ഈ ബൈബിൾ വരുക ശ്രദ്ധയോടെ മനസ്സിലാക്കണമേ. ഇവിടെ നല്ല SB സൗണ്ട്, നല്ല ഹാലജൻ ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ബ്രിട്ടനിൽ തിയേറ്ററുകളുണ്ട്. ആദ്യത്തെ തിയേറ്റർ ഉണ്ടാക്കിയത് മോഹൻലാൽ ദിലീപുമല്ല, ബ്രിട്ടനകത്ത് ഭൂമിക്കടിയിൽ തിയേറ്റർ ഉണ്ട്. അതിൻ്റെ പേര് കാറ്റക്കൊമ്പ് കൊലോസിയോ. അന്ന് രാത്രികളിൽ പരിപാടിയുണ്ട്, സർക്കസ് ഉണ്ട്, ഗാനമേളകൾ നടക്കുമ്പോൾ ആരുടെ ലൈറ്റാണ് അവിടെ തെളിയുന്നതെന്നറിയാമോ? ഹാലജൻ്റെ ബൾബല്ല തെളിയുന്നത്. പട്ടണത്തിനകത്ത് പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്ന ഉപദേശിയെ കൊണ്ടുപോകും. അദ്ദേഹത്തെ ഒരു തൂണിൽ കെട്ടി നിർത്തും. തലയ്ക്കകത്ത് ഒരു ചട്ടി കൂടെ കെട്ട്, കൽക്കരി അതിനകത്ത് വാരിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് രാത്രി കത്തിക്കുമ്പോൾ കൽക്കരി കത്തിത്തീരുമ്പോൾ താഴേക്ക് ശരീരം മുഴുവൻ തീ പിടിക്കുമ്പോൾ നാവിൻ്റെ അതരത്തിൽ നിന്നൊരു വാക്ക് പുറത്തു വരും, മാറാ നാദ യേശുവേ വരണമേ. സന്തോഷമില്ലല്ലോ. രണ്ടാമത്തെ ശിക്ഷാവിധി എന്താ? ഈ റൂട്ടിൽ അന്തിയൂർക്കോണത്ത് നല്ല മരമുണ്ട്. 2 മരത്തിൻ്റെ ചില്ലകൾ കൂട്ടിപ്പിടിക്ക്, ഒരു വടം കൊണ്ട് കെട്ടി നിർത്തും. ഉപദേശ തിരിക്ക് കാലുകൾ 2 2 ചില്ലകളിൽ അങ്ങ് കെട്ടി നിർത്തും 2 മരത്തിൻ്റെ. അതിനുശേഷം ആ കെട്ടിയിരിക്കുന്ന വടമഴിച്ചു വിടുമ്പോൾ പച്ചമീൻ കീറുന്നത് പോലെ ഉപദേശയുടെ ശരീരം കീറുമ്പോൾ നാവ് ചലിച്ചു കൊണ്ടിരിക്കും, മാറാ നാദ യേശുവേ വരണമേ. മിണ്ടുന്നില്ല. നമ്മുടെ പേയാട് മൂങ്ങോട് വിളപ്പൽശാല റോഡ് ടാറിൻ്റെ പാട്ടയ്ക്കകത്ത് ടാർ തുറക്കുമ്പോൾ അതിനകത്ത് ഉപദേശിയുടെ തലയിടിച്ച് കയറ്റി ടാറുമായിട്ട് ബന്ധിക്ക്. എന്നിട്ട് ടാർ പാട്ടയ്ക്ക് തീ കൊടുത്ത് ഇറക്ക സ്ഥലത്തേക്ക് ഉരുട്ടി വിടും. ആ പാട്ടയ്ക്കകത്ത് കിടന്ന് തലയുരുമ്പോൾ കൈകാലുകൾ പുറത്തിടുന്ന് പ്രാണവേദന അടിക്കുമ്പോൾ പാട്ടയ്ക്കകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കും, മാറാ നാദ യേശുവേ വരണേ. വചനം മനസ്സിലാകുന്നവർക്കായി അന്നത്തെ കാലത്ത് ഒരു ഉപദേശിയെ കിട്ടിയാൽ എന്താ റോം ചെയ്യുന്നതെന്നറിയാമോ? വയറ്റിനകത്ത് വെള്ളം പമ്പിയ്, എന്നിട്ട് കൈകാലുകൾ കെട്ടി തറയിൽ കിടത്ത്. അതിനുശേഷം റോമിന്റെ കൈസർമാരെന്ത് ക്രൂരമായ കുതിരയെ കൊണ്ട് വയറ്റിനകത്ത് കുളമ്പ് കൊണ്ട് ചവിട്ടുമ്പോൾ ഉപദേശിയുടെ വയറ് പൊട്ടുമ്പോൾ വായ്ക്കകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കും, മാറാ നാദ യേശുവേ വരണേ. മാതാവേ പിതാവേ, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ വചനങ്ങൾ വരുവാൻ ആരുടെയോ തല രാത്രിയുടെ യാമങ്ങൾ, ആരുടെയോ തല ടാർപാട്ടകളിനകത്ത്, ആരുടെയോ കൈ കാലുകൾ മരച്ചില്ലക്കകത്ത്, ആരുടെയോ വയർഭാഗത്തിൽ ക്രൂരമൃഗങ്ങൾ ചവിട്ടി തകർത്തുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ വചനം വന്നത്. ഇതാ റോമിന്റെ ശിക്ഷാവിധി. പറഞ്ഞാൽ സമയങ്ങളെടുക്കുക. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ AD 64 ഒരു ഭക്തനായ അപ്പോസ്തലൻ കാൽവരി ദർശനം കണ്ട യോഹന്നാൻ ഇവിടേക്ക് യാത്രയായി, തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് യാത്രയായി. പാശ്ചാത്യ പൗരസ്യ റോമയുടെ ഭരണത്തിന്റെ നിഴൽ ഏഷ്യ മൈനറിൽ യാത്രയായി. അദ്ദേഹം അവിടെ ചെന്ന് 7 സഭകൾ സ്ഥാപിച്ചു. അതാ വെളിപ്പാട് പുസ്തകം 2-3 ആസിയയിലെ 7 സഭകൾ, എഫെസോസ് മുതൽ ബോധിക്ക വരെയുള്ള സഭകൾ. ആ സഭകൾ സ്ഥാപിക്കുമ്പോൾ കാലത്തിൻ്റെ യവനിയക്കകത്ത് ഭരണാധികാരികൾ മാറി. ഹേരോദാവ്, പീലാത്തോസ്, വെസ്പേഷ്യൻ, ടൈറ്റസ്, നീറോ, ലൗദിയോസ്, ക്ലൗഡിയോസ്. AD 90 യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ഡെത്ത്, ലോകത്തെ 2 തലത്തിൽ കൊണ്ടുവന്നത് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണ ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ യുഗത്തിൻ്റെ അവതാരത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ചപ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിന്, ഇന്നത്തെ ചരിത്രത്തെ മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ ജനനവും മരണത്തിന് ശേഷം വിധി എഴുതുവാൻ ഒരേ ഒരു ദൈവമേ ഉള്ളായിരുന്നു. കാൽവറിയിൽ പരമയാഗമായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. എവിടെ ചരിത്രം എടുത്താലും എഴുതും BC, ബിഫോർ ക്രൈസ്റ്റ്, AD, ആഫ്റ്റർ ഡെത്ത്. കണ്ടോ, ലോകത്തിന്റെ ചക്രത്തെ 2ആയിട്ട് തിരിച്ചത് കാൽവറിയിലെ ക്രൂശീകരണം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കള്, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലേക്ക് പോകുന്നതിന് മുമ്പ് ആസിയയിലെ 7 സഭകൾക്ക് ദൂതനായി കിടന്ന് ലേഖനങ്ങളുടെ പരമ്പരകൾ രേഖപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ക്ലിയറായിട്ടൊരു കാര്യം അവിടെ കൊടുക്കുന്നു. ഡൊമീഷ്യൻ എങ്ങനെയോ അറിയുന്ന ഈ മനുഷ്യൻ തുർക്കിയിൽ കിടക്കുന്നു. ഡൊമീഷ്യൻ കൽപ്പിച്ചു ഈ വയോധികനെ കൊല്ലണം. പടയാളികളോട് കൽപ്പിച്ചു 94 വയസ്സുള്ള ഈ ഭക്തന. പക്ഷേ കാര്യമില്ല, നമ്മുടെ കൽപ്പന അവൻ നിൽക്കണ്ട. ഒരു സുപ്രഭാതത്തിൽ എഫെസോസഭയുടെ ശുശ്രൂഷകനായി പ്രഭാതത്തിൽ തോറയുടെ ചുരുളുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ 6 കുതിരകൾ, 12 പടയാളികൾ, ജോസഫസിന്റെ ചരിത്രം എഴുതുന്നു. അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് വന്നു. പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ രാജാവ് ഒരു കൽപ്പന തന്നു, ഇനി താങ്കൾ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഇന്ന് താങ്കളോട്
മരണത്തോട് മരണമാ. കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്തു മുതൽ അടിവയർ വരെ കാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. മക്കള് 94 വയസ്സ് പ്രായമുള്ള അപ്പോസ്തലൻ കൈകാലുകൾ വിറയ്ക്കുന്നു. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ താഴെ വീട്, സഹായിക്കാൻ ആരുമില്ല. അദ്ദേഹത്തിന്റെ കരത്തിനകത്ത് ചെങ്ങലകൾ വീഴുന്നു. എവിടെ കൊണ്ടുവന്നു? റോമിന്റെ കാരാഗ്രഹത്തിനകത്ത്. 6 മണിക്ക് ശിക്ഷയുടെ ചുരുളുകൾ വായിക്കുന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നു 6 അദ്ദേഹത്തിന്റെ ശിരസിൽ ഒരു മുഖാവരണം ധരിപ്പിച്ചു. തടി പോലുള്ള ഒരു പ്രതലത്തിനകത്ത് കിടത്തി. അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് സ്പോട്ട് അടിക്കുന്നത് പോലെ ഒരു പടയാളി വന്ന് സ്പോട്ട് അടിക്കുമ്പോൾ ഒരു സൈറൺ. 7 മണിക്ക് വയോധികനായ അപ്പച്ചൻ അവിടെ കിടക്കുമ്പോൾ 2 ബ്യൂഗിൾ മുഴക്കുമ്പോൾ ക്രൂരനായ റോമിന്റെ പടയാളി വന്ന് അദ്ദേഹത്തിന്റെ അന്നനാളം മുതൽ താഴോട്ട് കീറുവാൻ തുടങ്ങി. ശരീരം കീറുന്നു, വേദന എടുക്കുന്നു. രക്തം കിഞ്ചിയപ്പോൾ മേലിൽ നിന്ന് കത്തി താഴോട്ട് വരുമ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു. 100 കണക്കിന് പേരുടെ ശരീരത്തിനകത്തും ആമാശയത്തിനകത്തും കത്തി കുത്തി ഇറങ്ങി. റോമിന്റെ പടയാളി കത്തി വലിച്ചിട്ടിന് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ പറ്റത്തില്ല, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തിയുണ്ട്, സൂപ്പർ നാച്ചുറൽ പവർ. ശിക്ഷാവിധി അവിടെ അവസാനിച്ചു. ഇന്ന് പകൽ രാത്രികാലം ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ എന്നോട് ചോദിക്കും, ദൈവത്തിന്റെ ദാസന് എന്തുകൊണ്ട് യോഹന്നാന്റെ ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് അദ്ദേഹം മരിച്ചില്ല? അന്ന് അവന്റെ പ്രോമിസ് നിവർത്തിച്ചിട്ടില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വിശുദ്ധ വെളിപ്പാട് പുസ്തകം അന്ന് അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ച് അങ്ങയെപ്പറ്റി ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ കൂടി ദൈവത്തിന്റെ ദാസന്മാർ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പറയണ ഹല്ലേലൂയ, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറും, കുന്നുകൾ എൻ്റെ മുമ്പിൽ നീങ്ങിപ്പോകും. എന്നാൽ അന്തിയൂർ കോണത്ത് എന്നെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത എന്നെ വിട്ടു പോകുകയില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാൽ, നിന്നെ ദേശത്ത് നിന്ന് പറപ്പിക്കുമെന്ന് പിശാച് പറഞ്ഞാൽ, നിന്റെ ചർച്ചിനെതിരെ അന്ധകാര ശക്തികൾ പോരാടിയാൽ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിനകത്ത് പറയണ, എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആരാ? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതെല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, എൻ്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആ ദൈവം അറിയാതെ അച്ചായ തലയിൽ ഒരു മുടി നാര് പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അമ്മാമ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടി പോകാതിരിപ്പോൾ ദൂതന്മാരോട് കൽപ്പിച്ചാകിയ മഹത്വവാനായ ദൈവത്തിന്റെ കാര്യം ഇന്ന് രാത്രി എന്നെ തോട്ടാൽ വിശ്വാസത്തോടെ പറ, ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ വാഗ്ദത്തത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അബ്രഹാമിൻ്റെ സന്തതിയായി ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ സന്തതിയായി യാക്കോബ്. ലാബാന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ 4 ഭാര്യമാരും 12 കുഞ്ഞുങ്ങളുമായി വരുന്നു. ഏവർക്കും അറിയാം, പാർപ്പുറപ്പിച്ച യാക്കോബ് പിന്നത്തതിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഇളവൻ, അവൻ്റെ പേരായി യോസഫ്. യോസഫിൻ്റെ പ്രത്യേകത എന്താ? ചേട്ടന്മാരുടെ നുണകളെല്ലാം അപ്പൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രത്യേകത. അപ്പോൾ തന്നെ അവൻ്റെ നിലയങ്കി കിട്ടി. അപ്പോൾ തന്നെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദേശത്ത് വരാൻ പോകുന്ന ക്ഷാമത്തെ പറ്റി ഒരു ദർശനവും കിട്ടി. ദർശനമുള്ളവനെതിരെ പോരാട്ടമുണ്ടായിരിക്കും. സ്വോത്രം. വാഗ്ദത്തമുള്ളവനെതിരെ പോരാട്ടമുണ്ടായിരിക്കും. വചനം മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ശേക്കേമിലേക്ക് ആടുമേക്കാൻ ചേട്ടന്മാർ പോയി. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒന്നും അറിയാത്ത യോസഫിന് കഞ്ഞിയും വെള്ളവും കൊടുത്തു വിട്ടു. ദൂരെ നിന്ന് ദർശനക്കാരൻ വരുമ്പോൾ ചേട്ടന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ടോ, അപ്പൻ്റെ ചെവിയിൽ നുണ പറയുന്നവൻ, നിലയങ്കി ധരിച്ചവൻ, വരാൻ പോകുന്ന പറ്റി ദർശനം പറഞ്ഞവന്റെ അന്ത്യം ഇന്ന് നമ്മൾ ശരിയാക്കി കൊടുക്കാം. സ്വോത്രം. വെള്ളവുമായിട്ട് വന്ന യോസഫിന് കിട്ടിയതെന്താ? ഹല്ലേലൂയ. അറേബ്യൻ രാജ്യത്തെ കൊട്ടാരമാണോ കിട്ടിയത്? അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി പറയണം, ബൈബിൾ എടുത്താൽ നിനക്ക് ആദ്യം വീടും കാറും ഒന്നുമല്ല കിട്ടുന്നത്, നിനക്ക് കിട്ടുന്നത് കഷ്ടതയാ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദർശനമുള്ളവൻ എവിടാ കിടന്നതെന്നറിയാമോ? പൊട്ടക്കിണറ്റിനകത്ത്. എന്നാൽ പിൻപിൽ വാഗ്ദത്തമുള്ളവൻ ഏത് പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂതേറ്റെടുക്കാൻ കഴിയും? ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുന്ന ദൈവം. പൊട്ടക്കിണറ്റിനകത്ത് പാമ്പും ചെരുപ്പും പഴയ വാറും പല്ലിയാ ഉള്ളത്. പക്ഷെ വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കടന്നാൽ സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്, ദ പ്രഷ്യസ് മോമെന്റ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് കം ടു ദ ഗ്രൗണ്ട്. ഇന്ന് രാത്രി നിന്റെ തലമേൽ ആരും കൈവെക്കണ്ട. ഇന്ന് രാത്രി നിന്റെ കടപ്പറഞ്ഞ് നിന്റെ വീട്ടിനകത്ത് നിനക്ക് വേണ്ടി ഒരു കോവണി ഇറക്കി പൊട്ടക്കിണറ്റിനകത്ത് പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി യോസഫിന്റെ പിൻപിൽ ഒരു
കരമിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അട്ടകാരകഥ ഭൗഡ നാളുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഇരുട്ടിന്റെ അന്ധകാരത്തിനകത്ത് നിന്റെ കുടുംബത്തെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ പിശാച് പുറത്ത് കൊണ്ടുവരത്തില്ലെങ്കിൽ ഇന്ന് രാത്രി പറയുന്ന സ്വർഗത്തിന്റെ കോപണി എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ കൃപ ഇവിടെ ചലിക്കുക. ഇന്ന് രാത്രി നിന്റെ മേലൊരു അമിത ബലമുണ്ട്. പിശാചിന്റെ കോട്ടകളെ തകർക്കുക, അന്ധകാരത്തിന്റെ കെട്ടുകളെ തകർക്കുക, മന്ത്രവാദിയുടെ ബന്ധനങ്ങളെ തകർക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. കൃപയാൽ ഇന്ന് രാത്രി അത് കൈവരിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സിസ്റ്റർ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ വിടുതൽ പരിശുദ്ധാത്മാവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുക. ബ്രദർ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി കർത്താവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുക. കർത്താവിന്റെ ദാസനെ പട്ടണത്തെ വിടുവിക്കുവാനുള്ള ഒരു കൃപയുടെ താക്കോൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുന്ന രാത്രിയാ. ഹല്ലേലൂയ. സ്വോത്രം. ഒന്നവൻ പൊട്ടക്കിണറ്റിനകത്ത്. ഇന്ന് കാട്ടാക്കട പറയുന്നില്ല, ബൈബിൾ എടുത്ത വീടും കാറും 1.5 കോടിയൊന്നുമല്ല. വാഗ്ദത്തമുള്ളവൻ കടക്കുന്നത് പൊട്ടക്കിണറ്റിനകത്ത്. ഓർക്കണ്ടവർ നിന്നെ ഓർക്കണ്ടത്തില്ല, ചേട്ടന്മാർ നിന്നെ തള്ളിക്കളയും. പക്ഷേ യോസഫേ, നിന്റെ പിൻപിൽ ഒരു ദർശനമുണ്ടെങ്കിൽ അവൻ്റെ കരം നിന്നെ അന്ത്യം വരെ വഴി നടത്തും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ വീണത് അവിടെ അടിമച്ചന്തയ്ക്കകത്ത്. അവൻ്റെ ഷർട്ട് വലിച്ചു കീറിയിട്ട് വെയിറ്റ് കണക്കിന് തൂക്കത്തിന് മിദ്യാന്യ കച്ചവടക്കാർ വിറ്റ് കാശാക്കി. ദർശനമുള്ളവൻ, ചേട്ടന്മാരാൽ തള്ളപ്പെട്ടവൻ, നിലയങ്കി കിട്ടിയവൻ ഇപ്പം അടിമ ചന്തയ്ക്ക് അടുത്ത് കിടക്കുക. നീ പരാജയപ്പെടത്തില്ല. സ്വോത്രം. ഒരു കരം നിന്റെ പിൻപിലുണ്ട്. വീണ്ടും അവൻ എവിടെ പോയതാ? പൊത്തിപ്പേറിൻ്റെ ഭവനത്തിനകത്ത്. സ്വോത്രം. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരെ പൊത്തിപ്പേറിൻ്റെ അമ്മാമയ്ക്ക് കാശും കൊടുത്ത് ഞങ്ങൾ സ്നേഹിച്ച് അവിടെ നിന്നേന്. യോസഫ് ഒരു കാര്യം ചെയ്ത് അമ്മാമയില്ലേലും വേണ്ടിയല്ല, കൃപ മതി. സ്വോത്രം. അവൻ മതിൽ ചാടുവാനിടയായി. സ്വോത്രം. അവസാനം അവിടെ എവിടാ വേണ്ടത്? കാരാഗ്രഹത്തിനകത്ത്. ഹല്ലേലൂയ. ഇസ്രായേൽ പാളയം മുഴുവൻ പറഞ്ഞു അവൻ്റെ ശവപ്പെട്ടി ശരിയാക്കിക്കൊണ്ടാൽ മതി, കാരാഗ്രഹത്തിനകവൻ തീര്. പക്ഷെ ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. അപ്പൻ നിന്നെ മറന്നു പോകുക. ചേട്ടന്മാരുടെ ലിസ്റ്റിൽ നീ ഇല്ലായിരിക്കും, പക്ഷെ സ്വർഗത്തിൻ്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ അട്ടകാരകഥ ഭൗഡ. ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവ കാരാഗ്രഹത്തിനകത്ത് 2 പേരെ കൊണ്ടുവരുമ്പോൾ അതിലൊരുവന്റെ ദർശനം പറയുമ്പോൾ കൊട്ടാരത്തിനകത്ത് ഒരു ചലനമുണ്ടായി. ഇന്ന് രാത്രി പറയണ, ലോകം പറയും നടക്കത്തില്ല. ലോകം ഇന്ന് രാത്രി സിസ്റ്റർ പറയും ഇമ്പോസിബിൾ. ബട്ട് ഇന്ന് രാത്രി നീ പറയണ പോസിബിൾ. എൻ്റെ ദൈവത്താൽ സകലത് സാധ്യം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ലോകം പറയും നടക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ നീ പറയണ, എൻ്റെ ദൈവം അത് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. ഭക്തന്മാരുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം, ഇരുട്ടറകളിൽ കിടക്കുന്നവരെ ഉയർത്തുന്ന ദൈവം. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും അതിൻ്റെ നടുവിൽ നിന്ന് കാരാഗ്രഹത്തിനകത്തുനിന്ന് കൊട്ടാരത്തിന്റെ കസേരയ്ക്കകത്ത് ഇരുത്തുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ യെസ്, ഇന്ന് രാത്രി കരം തളർന്ന കരമല്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കഞ്ഞിയ, തറയ്ക്കകത്ത് പായ കിടക്കുന്നത്, കാലിനകത്തിടാൻ ചെരുപ്പില്ല. കുഞ്ഞ്, ഇന്ന് നീ കഷ്ടത കിടക്കുമ്പോൾ വാഗ്ദത്തമുള്ള നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ചെയർ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നിനക്ക് വേണ്ടി ഒരു ചെരുപ്പ് സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചേട്ടന്മാർ അടിച്ചു മാറ്റിയ നിലയങ്കിക്ക് പകരം പറവോന്റെ കൊട്ടാരത്തിനകത്ത് ഉപപ്രധാനമന്ത്രിയുടെ നിലയങ്കി ധരിപ്പിക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഗ്രൗണ്ടിനകത്ത് പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. അമ്മച്ചി, ഇന്ന് രാത്രി പറ, എൻ്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എൻ്റെ തലമുറയുടെ ഭാവി കാണുവാൻ. അച്ചായ, ഇന്ന് രാത്രി പറ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എന്നും കാരാഗ്രഹത്തിനകത്തല്ല. എനിക്ക് വേണ്ടി ഒരു ചെയർ ഒരുക്കുക, എനിക്ക് വേണ്ടി ഒരു നന്മ തരുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു അഭിഷേകം തരുക, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നിറവ് തരുക. ഇന്ന് രാത്രി യോസഫിൻ്റെ പിൻപിൽ ഇറങ്ങിയ കാര്യം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. അഭിഷേകത്തോടെ ഇന്ന് രാത്രി ആ ഒരു ദൂത് ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ഒരു കാറ്റടിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു മഴ പെയ്യുമ്പോൾ കുറ്റിച്ചെടികൾ പൊട്ടി മുളയ്ക്കുന്നത് പോലെ 10ാമത് കാർഷിക കൺവെൻഷനിൽ പറയണം, നാളുകളായി പിശാച് കരിയില മൂടിയിട്ട എൻ്റെ പ്രാർത്ഥനയുടെ അന്ധകാര ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്തുന്ന ഒരു അഭിഷേകത്തിന്റെ കാറ്റ് ഇന്ന് രാത്രി പുറപ്പെടുന്ന രാത്രിയാ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പിശാചിന്റെ വാക്കുകളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി നീ പരിശുദ്ധാത്മാവിന്റെ നിറവേറ്റെടുക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതലിന്റെ രാത്രിയോ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഒരു സൗഖ്യത്തിന്റെ രാത്രിയോ, അന്ധകാരത്തിന്റെ കോട്ടകൾ തകരുന്ന രാത്രിയോ, യോസഫിന്റെ കണ്ണുനീരിൽ ഇറങ്ങിയ കാരോ ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയോ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പറയണം, ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. ചേട്ടന്മാർ തള്ളിക്കളയും, പക്ഷേ പ്രോമിസ് ഉള്ളവൻ ഏത് കിടക്കറയിൽ കിടന്നാലും
അവനെ ഉയർത്തുക നല്ലൊരു ദൈവമുണ്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യോഹന്നാന് വേണ്ടി രണ്ടാമത്തെ ശിക്ഷാവിധി പത്മോസിലേക്ക്. പക്ഷേ പത്മോസിൽ എത്തുന്നതിന് മുമ്പ് അവനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് വലിച്ചിടുന്നു. നാളെ ആ ഭാഗം ചിന്തിക്കാം. പത്മോസിൻ്റെ ഏകാന്തതയിൽ സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. കാൽവരിയുടെ കൊലക്കളത്തിൽ 39 അടികൾ 186 മുള്ളുള്ള കിളീരിട പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറിനകത്ത് ഈയക്കട്ട. അതിനകത്ത് 2 കാര്യങ്ങളാണ്, വാളച്ചൂണ്ടയും ഈയക്കട്ടയും. ശരീരം മുഴുവൻ വിരൂപമാക്കപ്പെട്ട് ശയാപ്രവചനം 53 പറയുന്നത് പോലെ രോമം കത്രിക്കുന്നവരുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ആര് കണ്ടാലും ഹല്ലേലൂയ അവനെ നോക്കാതെ പോകത്തിൽ. അത്രയും വിരൂപമായി കണ്ടവന് പത്മോസിൽ സ്വർഗം തുറക്കും കാണുമ്പോൾ തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു. കാൽ വെള്ളോട്ടിന് സദൃശം തലമിടിക്കുമ്പം പോലെ അവൻ്റെ ഹല്ലേലൂയ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. യോഹന്നാൻ്റെ തലമേൽ ഒരു കരം ഇറങ്ങി വന്നു. യോഹന്നാൻ ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കുഞ്ഞെ, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ് മേലാൽ സംഭവിപ്പാനുള്ളത് അതാ ഇന്ന് നടക്കുന്നത്. അഥവാ നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം ഇന്ന് രാത്രി തൊട്ടുവെച്ചു വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, സമയം അടുത്തെന്ന് പറഞ്ഞാൽ എന്തായിത്തീരും? സ്വോത്രം. ഇനി അല്പവേഗത കുറച്ച് പോകും. ശ്രദ്ധയോടെ ഇരിക്കണമേ. ബൈബിളിനകത്ത് 10 യുഗങ്ങളാണ്. 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. ശ്രദ്ധയോടെ ഇരിക്കണം. 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. ഈ കൃപായുഗത്തിൻ്റെ അന്ത്യത്തിൽ ഇവിടെ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. 3 സംഭവങ്ങൾ. പഠനത്തോട് മുൻപോട്ട് പോവുക. കൃപായുഗത്തിൻ്റെ അന്ത്യത്തിൽ 3 സംഭവങ്ങൾ നടക്കും. ഒന്നാമത്തെ സംഭവം, ശ്രദ്ധയോടെ ഇരിക്കണമേ, നമ്മുടെ അന്ത്യോർ കോണത്ത് ചിന്നമ്മ സിസ്റ്റർ ഏകദേശം 16 കോഴികളെ വളർത്തുക. ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും കിട്ടിയത്. കൂട് തുറക്കത്തേ ഇല്ല, ആസ്പെറ്റോസിൻ്റെ ഷീറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നല്ല മത്തിക്കുഞ്ഞുങ്ങളെ കിട്ടി. മത്തിക്കുഞ്ഞുങ്ങളെ റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ മത്തിയുടെ തലയെല്ലാം മാറ്റി വെച്ച് മോളോട് പറഞ്ഞു, മോളെ ആ കോഴിക്കൂട് തുറക്ക്, കോഴിക്കൊച്ചുങ്ങൾക്ക് മത്തിത്തല കൊടുക്കാം. കോഴിക്കൊച്ചുങ്ങൾ മത്തിത്തല പറക്കാൻ വന്നപ്പോൾ ചിന്നമ്മ സിസ്റ്റർ ഇത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ പോയപ്പോൾ ആരും അറിയാതെ ഒരു പരുന്ത് മുരിങ്ങയുടെ മേളിൽ ഇരുന്നതാ. അവൻ ഒറ്റ താഴക്ക് 2 കാലിലുമായി 3 കുഞ്ഞുങ്ങളെ ഒറ്റ റാഞ്ചൽ. കോഴിക്കുഞ്ഞ് കിയ്യോന്ന് വിളിച്ചു. ചിന്നമ്മ സിസ്റ്റർ പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റാഞ്ചൽ ഇവിടെ നടക്ക്. ആ റാഞ്ചലിന്റെ പേര് സഭയാകുന്ന മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. റാപ്ചർ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം മധ്യാകാശത്തിൽ. 2 സഭ എടുക്കപ്പെട്ടാൽ അവസാന രാത്രി ചിന്തിക്കും. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗി, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 നിക്ഷേപിച്ച് ഇസ്രായേൽ പർവ്വതനിരകളിൽ എത്തിക്കും. ഇന്നത്തെ റഷ്യ ഉക്രൈൻ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ അന്തിമ ദിനത്തിൽ ഇതെവിടെ എത്തുമെന്നറിയാമോ? ഇത് ഇസ്രായേലിൽ ഒരു യുദ്ധം. അതായിരിക്കും അവസാന രാത്രി എല്ലാവരും വരണം. 3 ഈ ലോകം അവസാനിക്കുന്നില്ല. 1-ാം ലോകം, പുരാതന ലോകം. ബൈബിൾ ഉൽപ്പത്തി 1:2-3 ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതിന് സയൻസ് പഠിപ്പിക്കുന്നതാ 1-ാം ലോകം, കാസ്മോസ്. ആ ലോകം പോയി. ആ ലോകം എവിടെ? നോഹയുടെ കാലത്ത് പോയി. ഇന്നത്തെ ലോകം 2-ാം ലോകം. 2 പത്രോസ് 3:10. അതുകൊണ്ട് ആ സഹോദരിമാരോട് പറഞ്ഞ ഇതെല്ലാം വായിക്കത്തില്ല, ബൈബിൾ നിങ്ങൾ തുറക്കണം. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഭൂമിയും അതിലെ സകല പണികളും വെന്തുരുകും. മൂലപദാർത്ഥം കത്തും, മാറ്റം കത്തും. ഈ ലോകം തരും. അന്നാ ആ ലോകത്തിൻ്റെ പേരാ അയോൺ. അതുകൊണ്ടല്ലയോ നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാട്, ചൂള പോലെ കത്തുന്ന നാളടുത്തിതാ. അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയില്ലേ നമ്മുടെ? ഇപ്പം കാട്ടാക്കടയിലൊക്കെ പാടുന്ന പാട്ടത് ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. മാറിക്കൊണ്ടിരിക്കട്ടെ. സ്വോത്ര. ചൂള പോലെ കത്തുന്ന നാളെടുത്തതാ. ഇതാ ആറ്റം പൊട്ടുന്ന 3-മതൊരു ലോകം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിൻ്റെ പേര വൈക്കോമിന. അന്ന് ഈ തെങ്ങിനകത്ത് കല്ല് കാണത്തില്ല, കഞ്ചാവിനകത്ത് വിഷം കാണത്തില്ല. നമ്മുടെ ദാണ്ടിരിക്കുന്ന കൊച്ചു കുട്ടന്മാർ പാമ്പുമായിട്ട് ക്രിക്കറ്റ് കളിക്ക് സർപ്പത്തിൻ്റെ പൊത്തിനകത്ത് കൈയിടും. അതിൻ്റെ
അതിൻ്റെ പേരാ പുതുവാന ഭൂമി. അതുകൊണ്ടാണ് യോഗത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട്, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്ന കഷ്ടത, പട്ടിണി, ഇന്നത്തെ കോവിഡൊന്നും ഇല്ലാത്ത ഒരു ലോകത്തിൽ പോ. അതിൻ്റെ വരുവാനുള്ള ലോകം വൈക്കോമിന. അങ്ങനെയെങ്കിൽ ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഇതിനെ ഏറ്റെടുക്കുവാൻ ഒരുവൻ വരും. അവൻ്റെ പേരാ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ഭൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലി, ഇന്നത്തെ ഗ്രീസ്, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, ഇന്നത്തെ ഇറാൻ, അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം. അങ്ങനെ അത് ഇറാഖ്, അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും കൊടുത്തു. മക്കളെ, സഭ എടുക്കപ്പെട്ടാൽ ഭൂമി ഇവിടെ തീരുന്നില്ല. 4 കാലങ്ങൾ കൂടിയുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4ാമത്തെ യുഗമാ നിത്യ യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് വാഴും. ആ യുഗമാ 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻ. അങ്ങനെയെങ്കിൽ ഇന്നടിച്ചുകൊണ്ടിരിക്കുന്നു മങ്കി ഫീവർ. ബൈബിളിനകത്തുണ്ടോ? സഭയെടുക്കുന്നതിനോടുകൂടി ഇത്തരത്തിലുള്ള മഹാവ്യാധികൾ വരും. തൊട്ടുവെക്കുന്നു. ഫസ്റ്റ് വാക്യം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. വിശുദ്ധ വെളിപ്പാട് 6-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വായിക്കാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. 1ാമത്തെ കുതിര, ഇനി പതിയെ പോകത്തുള്ളൂ. 1ാമത്തെ കുതിര വെള്ളക്കുതിര, ഇസ്രായേലിന്റെ ആലയം. 2 ചുവന്ന കുതിര, മനുഷ്യനെ അന്യോന്യം കൊല്ലുവാൻ. 3 കറുത്ത കുതിര, പുറകെ ചിന്തിക്കും, ഇന്ന് തന്നെ ചിന്തിക്കും. 4 മഞ്ഞ കുതിര. മഞ്ഞയുടെ ഗ്രീക്ക് മൂലഭാഷ ക്ലോറോസ്. മനുഷ്യൻ വിളറി മരിക്കും, ബോഡി കൈകളിൽ കിട്ടത്തില്ല. അങ്ങനെ ഒരു കാല. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മങ്കി പോക്സ് ഒരുത്തൻ പോയി, ബോഡി കൊടുത്തിട്ടില്ല. സ്വോത്രം, അവരെവിടെ അടക്കിയെന്ന് പറയത്തില്ല. അത്രയും നിതാന്തമായി കാര്യം. കോവിഡ് കാലത്ത് പലരുടെയും ബോഡി മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു മൊബൈലിൽ കൂടി നിങ്ങളെ കാണിച്ചിട്ട് ഒന്നിയിൽ വട്ടിയൂർക്കാവിലോ മലമുകളിലോ കൊണ്ടുപോയി തീ പറ്റിച്ചതുപോലെ ഒരു പറ്റീര് ഇവിടെ വരാൻ പോകുന്നു. അതിന്റെ പേരാ ക്ലോറോക്സ്, മഞ്ഞക്കുതിര. വായിക്കാം. അതിന് മരണം. വായിച്ചാട്ട് പാസ്റ്ററെ. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ. അതാണ്ട് ഈ കുതിര ഇറങ്ങിയാ പിന്നെ മുഴുവൻ മരണം. മരണം എന്ന് പേർ. എന്തുകൊണ്ട് മരണം? പാതാളം അവനെ പിന്തുടർന്നു. മേലോട്ടല്ല യാത്ര, പാതാളം അവനെ പിന്തുടർന്നു. അടുത്ത അവർക്ക് വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും. വാൾ, ക്ഷാമം. 1 വാൾ, ആറ്റമായുധം പൊട്ടും. എന്താ ആറ്റമായുധം? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുഹൃത്തായിരുന്ന ജപ്പാനിലെ പ്രധാനമന്ത്രി ഷിൻസോ ആബെയെ കൊന്നത് തോക്കുമായി കൊന്നു. പണ്ട് പെന്തിക്കോസുകാർ, CSIക്കാരൊക്കെ പറയും നമുക്ക് അങ്ങ് അമേരിക്കയിൽ പോകാം. ഇന്ന് അമേരിക്കയിൽ എത്ര വെടി നടക്കുന്നത്? പള്ളിയിൽ വെടി, സ്കൂളിൽ വെടി, കാനഡയിൽ വെടി. ചിലപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഏഷ്യാനെറ്റിലായിരിക്കും അമേരിക്ക പിന്നെയും വെടി. സ്വോത്രം. അവിടെ ജീവന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ചെന്ന് വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ചാൽ സ്വസ്ഥത. 1 വാൾ, 2 ക്ഷാമം. നമ്മൾ ചിന്തിക്കും പുറകെ ക്ഷാമം എന്ത് വന്ന്. 3 അടുത്ത വായിക്കാം. മഹാവ്യാധി കൊണ്ടും. മഹാവ്യാധിയാ കോവിഡ്. ആ ഭാഗം ഞാൻ ഇവിടെ തൊടുന്നില്ല. പല സ്റ്റേജിലും പ്രസംഗിച്ചുകൊണ്ട് കോവിഡ് ഇവിടെ പ്രസംഗിക്കുന്നില്ല. മഹാവ്യാധി കൊണ്ടും. ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ കൊണ്ടും. കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുക. ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കാലം 7, കാലാംശം 3.5. അങ്ങനെയെങ്കിൽ സഭയെടുക്കപ്പെട്ടാൽ ഉപദ്രവം 3.5, മഹോപദ്രവം 3.5. അതിന് കാലാംശത്തിന്മേൽ അവന് അധികാരം ലഭിച്ചു. 3.5. എന്തൊക്കെയാ? 1 വാൾ, 2 ക്ഷാമം, 3 കാട്ടുമൃഗം, 4 മഹാവ്യാധി. കാട്ടുമൃഗം 2 അർത്ഥങ്ങളാണ്. അന്ത്യദിനങ്ങളിൽ ലോകത്തിൽ ചൂട് കൂടിയാൽ കടുവ പുറത്തിറങ്ങും, പുലി പുറത്തിറങ്ങും, പന്നി ഇറങ്ങും. ഇത് പലരെ ഇടിക്കും, കൊല്ലും. 2 കാട്ടുമൃഗങ്ങൾ, തീവ്രവാദികൾ. ആ തീവ്രവാദികൾ ലോകത്തിൽ മുഴുവനുണ്ട്. IS, താലിബാൻ, ജയ്ഷെ മുഹമ്മദ്, അത് കഴിഞ്ഞിട്ട് സകല തീവ്രവാദികൾ. സ്വോത്രം. നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാവരും റെസ്പെക്ട് ചെയ്യണമല്ലോ. റോമാലേഖനം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പലരും പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഭീഷണിയാണ്. അന്വേഷിച്ചാലറിയാം, കോൺഗ്രസിൻ്റെയും BJPയുടെയും ഭീഷണിയല്ല, തീവ്രവാദികളുടെ ഭീഷണി അദ്ദേഹത്തിനുണ്ടായത് കൊണ്ട് Z കാറ്റഗറി ഇൻ്റലിജൻസ് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ആരാന്നറിയാമോ? മാവോയിസ്റ്റുകൾ. മോഹൻലാലും കാർത്തികയല്ല, രൂപേഷ്, സുമതി. അങ്ങനെ വല്ലവരും കേട്ടവരുണ്ടോ? സ്വോത്രം. അവരെല്ലാം ഇവരെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആർക്കും അന്ത്യകാലത്ത് ഭീഷണി. അങ്ങനെയെങ്കിൽ മഹാവ്യാധികൾ ഉണ്ടാവും. കോവിഡ് വൈറസ് 1 ഗ്രാമേ ഉള്ളൂ. അതിനുശേഷം ഇനിയും വരാൻ പോകുന്ന മഹാവ്യാധികൾ. ശയ്യാപ്രവചനം 7:18-19. 6 മനുഷ്യനെ കൊല്ലും, കൊതുക് മനുഷ്യനെ കൊല്ലും, തേനീച്ച മനുഷ്യനെ കൊല്ലും. വായിക്കാൻ പാസ്റ്റർ ശയ്യാപ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. അന്നാളിൽ യഹോവ, വായിച്ചാട്ടെ, അന്നാളിൽ
അന്നാളിൽ യഹോവ മിസ്രൈമിലെ നദികളിലെ അറ്റത്ത് നിന്ന് കൊതുകിനെയും ആ കൊതുക ഇവിടെ വന്നത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ എല്ലാം പയ്യാട് നല്ല സ്കൂളുകൾ, സെന്റ് തോമസ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, കിള്ളിയിൽ CSIയുടെ സ്കൂള്, എത്ര സ്കൂള്. ആ സ്കൂളുകളിലെല്ലാം 2 കൊതുകിനെ ടീച്ചർമാർക്കറിയാം. 1 അനാഫിലസ്, 2 ക്യൂലക്സ്. പക്ഷേ പുതിയൊരു കൊതുക 2009 വന്നേ. ആ കൊതുകിന്റെ പേരാ ഈഡിസ് ഈജിപ്റ്റ. ഈഡിസ്, ആ കൊതുകിന്റെ പേര് ഈജിപ്റ്റ്, മിസ്രൈം. അന്നാളിൽ യഹോവ മിസ്രൈമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിന് 2009 മുതൽ കേരളത്തിൽ മുഴുവൻ ആഞ്ഞടിച്ചു, ചിക്കൻ ഗുനിയ. അതേസമയം ആ കൊതുക് ഡൈവേർട്ട് ചെയ്തു. എവിടൊക്കെ പോയി? അമേരിക്കയിൽ വേറൊന്നും കയറി, സിക്ക, ആഫ്രിക്കയിൽ എംബോള, അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ സാർസ്, പിന്നെ ചൈനയിൽ മർസ്. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ എല്ലാം 2009 ബേസ് ചെയ്തായിരിക്കും അടുത്ത ദിവസങ്ങളിൽ. 1 കൊതുക് മനുഷ്യനെ കൊല്ലും. 2 തേനീച്ച, ദാ കിടക്കുന്ന തേനീച്ച. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ എന്ന് പറയുന്ന പാലം 650 തേനീച്ച രാവിലെ നടക്കാൻ പോയ അച്ചായനെ കൈകാര്യം ചെയ്തു. തേനീച്ച മനുഷ്യനെ കൊന്നു. നിർണായകമായ വെളിപ്പെടുത്തലുകൾ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ല ഒറ്റശേഖരമംഗലം, മനുഷ്യൻ ഞെട്ടിപ്പോ. ഒറ്റശേഖരമംഗലത്ത് നിന്ന് രാവിലെ യാത്രയായ വ്യക്തി വെള്ളറടയ്ക്ക് പോകുമ്പോൾ, പനച്ചമൂട് പെട്രോൾ പമ്പിലോട്ട് പോകുമ്പോൾ കടന്നലുകൾ കുത്തി അദ്ദേഹത്തെ കൊന്നു. തിരുവനന്തപുരം ജില്ല. ദാ കിടക്കുന്നു കടന്നൽ കുത്തേറ്റ ഒറ്റശേഖരമംഗലുകാരൻ പനച്ചമൂട് പെട്രോൾ പമ്പിനകത്ത്. അദ്ദേഹത്തിന്റെ ദിനം എണ്ണിക്കഴിഞ്ഞു. സൗദി അറേബ്യ ഒരു പെൺകുട്ടി, അടൂർക്കാരി ചർച്ചംകോടുകാരി ഒരു പെൺകുട്ടി, സഹോദരി സൂസൻ. ആരുമല്ല കൊന്നത്, വിഷയുറുമ്പ് മനുഷ്യനെ കൊന്നു. ബൈബിൾ തിരക്കിയ വെളിപ്പാട് 6, 7, 8 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര, വാൾ കൊണ്ട്, ശാപം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അതിനധികാരം. ഇപ്പോൾ വരുന്നു കോവിഡ്. ഞാൻ തൊടുന്നില്ല. മങ്കി പോക്സ്. എന്താ മങ്കി പോക്സ്? അതിന്റെ മലയാളമാ വാനര വസൂരി. സ്വോത്രം. കുരങ്ങ് പനിയെന്ന് ഡോക്ടർ വിളിക്കുന്ന തെറ്റ്. ഇത് ആഞ്ഞടിച്ചാൽ പട്ടണങ്ങൾ മുഴുവനിലേക്ക് കടക്കും. എന്താ കുരങ്ങ് പനിയുടെ പ്രത്യേകത? കുരങ്ങ് പനി വനാന്തരത്തിനകത്ത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായപ്പോൾ മറ്റ് മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കുരങ്ങിൻ്റെ വായ്ക്കകത്തുണ്ടായ ഒരു പ്രത്യേക ബാക്ടീരിയയുടെ പറ്റ ഇന്ന് ലോകം മുഴുവൻ അടിക്കുന്ന കുരങ്ങ് പനി. ഇതിന് ഒരു മരുന്നുമില്ല. എന്താ സാധാരണ കോവിഡല്ല, 21 ദിവസം ശരീരത്തിനകത്ത് ചിക്കൻ പോക്സ് പോലൊരു പൊള്ളിയ പാടുകൾ വരും. ആകെ കൊടുക്കാൻ പാരാസെറ്റമോളും കൊടുക്കാം, നീരിന് വല്ലതും കൊടുക്കാം, ഒരു മരുന്നുമില്ല. അതിലാദ്യത്തെ മരണം കേരളത്തിൽ കഴിഞ്ഞ ദിവസം. ഇന്നലെ അമേരിക്കയിൽ 17,000. ഗൾഫ് മുഴുവൻ ഇത് വ്യാപരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൃഗങ്ങളോട് മനുഷ്യൻ സല്ലപിക്കുന്നത് സൂക്ഷിച്ചു വരണം. ബൈബിൾ പ്രവചനം നിവർത്തിയായിരിക്കുന്നു. മങ്കി പോക്സ് അല്ലെങ്കിൽ വരുന്നു വാനര വസൂരി. കുരങ്ങ് പനിയല്ല. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയൊക്കെ പനി എന്നാ പറയുന്നത്. പക്ഷെ വസൂരി, പുള്ളിക്കുത്തുപോലെ പഴയ കാലത്ത് വസൂരി വന്ന് മനുഷ്യൻ മരിക്കുന്നത് പോലെ മഹാവ്യാധിയായി വാനര വസൂരി ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും അത് വ്യാപരിച്ചു കഴിഞ്ഞു. ആര് വാക്സിൻ തരും? ആരിതിന് ഇത് തരും? 21 ദിവസം കൊണ്ട് ഇത് ശരീരത്തിൽ നിന്ന് പോയാലും ആ പുള്ളി അവിടെ നിൽക്കും. ക്ലിയർ ആവണേ മാസങ്ങളെടുക്കും. അങ്ങനെ ഒരു മഹാവ്യാധി ആര് തരും? വാനരവസൂരി. 2ാമത് തിരുവനന്തപുരം ജില്ല കാണാൻ പോകുന്ന പന്നിപ്പനി. സാധാരണ പന്നിയല്ല, കാട്ടുപന്നികൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഈ പന്നിയുടെ സലൈവയ്ക്കകത്തുനിന്ന് അഥവാ ഉമിനീരിനകത്തുനിന്ന് തെറിക്കുന്ന ഉമിനീരിൽ നിന്ന് അന്തരീക്ഷത്തിൽ കൂടി വ്യാപിക്കുന്ന ഒരു പ്രത്യേകതരം പനി വരാൻ പോകുന്നു. ആഫ്രിക്കൻ കാട്ടുപന്നി പനി കാണാൻ പോവുക നിങ്ങൾ. ആരിതിന് മരുന്ന് തരും? മഹാവ്യാധികൾ. 3. ഇതൊക്കെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചത്. ഷൈൻ ഇവിടെ അറിയാം. ഞങ്ങൾ അത് സംസാരിച്ച കാട്ടാക്കട. ഞാൻ 3 മാസത്തിന് മുമ്പ് പൂഞ്ഞാങ്കോട് കൺവെൻഷന് മങ്കിപ്പനി വരുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചിരിച്ചു. ഞാൻ ഏതാണ്ട് പറയുവാണെന്ന് ഓൺലൈനിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന സ്കിൻ ഫീവർ. എന്താ സ്കിൻ ഫീവർ? ശരീരത്തിനകത്ത് പൊള്ളൽ പോലെ വരും. പനിയ, ചുമയ, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഈ പൊള്ളൽ പോലെ, കുമിള പോലെയുള്ള പൊള്ളലുകൾ ശരീരത്തിനകത്ത്. ആര് വാക്സിൻ തരും? ഏത് ഹോസ്പിറ്റലിനകത്ത് അഡ്മിറ്റ് ചെയ്യും? മെഡിക്കൽ സയൻസ് കുഴങ്ങുന്നു. 4ാമത്തെ സംഭവം വരാൻ പോകുന്നത് സോംബിയാൻ. അതെന്താ സോംബിയാൻ? ഇന്ന് കടകളിൽ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും പ്രത്യേകിച്ച് ഒരു ഗുളിക കിട്ടുന്നു. അതിനകത്തൊരു വൈറൽ എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ലോകത്തിൽ പ്രത്യുൽപാദന ശക്തി, ആണുങ്ങളുടെ പ്രത്യുൽപാദന, പെൺകുട്ടികൾക്ക് മക്കൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാത്താൻ ലോകത്തെ പിടിച്ചിരിക്കുന്നു. സോംബിയാൻ ടാബ്ലറ്റ് വിട്ട് സോംബിയാൻ ഗുളികകൾ. അത് മനുഷ്യന്റെ പ്രത്യുൽപാദന ശക്തി, ഒരു വൈറസ് ആ ഗുളികയ്ക്കകത്ത്. കാനഡയിൽ അത് വ്യാപരിച്ചെന്ന് പറയുന്നു. സോംബിയാൻ. ജനനമില്ലാത്ത കാലം. അങ്ങനെ ഒരു കാലത്തിലേക്ക് അടുത്തത് വരാൻ പോകുന്നു. ആകാശത്തിൽ നിന്ന് എന്താ വീഴുന്നത്? ആകാശത്തിൽ നിന്ന് ഉൽക്കകൾ വീഴുന്നു. അങ്ങനെ വെള്ളത്തിനുണ്ടാകുന്ന മാറ്റം. ഇന്ന് രാത്രി 1-2 കാര്യങ്ങൾ പറയാം. സ്വോത്ര. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ 73 കിലോ തൂക്ക്. എൻ്റെ ശരീരത്തിനകത്ത്
എല്ലുകൾ പൊടിയും, അസ്ഥികൾ പൊടിയും, അസ്ഥി പൊടിയും, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരു രോഗം പലരിലും ക്രമീകരിച്ചിട്ടുണ്ട്. മോട്ടോ നെർവസ് സിൻഡ്രോം. കട്ടിലേത് കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല, അസ്ഥി പൊടിഞ്ഞാൽ ക്യാൻഡിലിടാൻ പറ്റത്തില്ല, IV ട്രിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. ആര് ശരിയാക്കും? മോട്ടോ നെർവസ് സിൻഡ്രോം. കോവിഡിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരം ജില്ല അനിൽകുമാർ ഭാഷ പറഞ്ഞ പോലെ 800-ൽ പരം രാത്രി ഞാനിവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം ആറയൂരും, അതിനുശേഷം വീണ്ടും എത്രയോ സ്ഥലങ്ങൾ ഇവിടെ വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം കോവിഡിന് 2.5 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട, ചെമ്പൂര്, വെള്ളറട ഈ മഴ പെയ്യുമ്പോൾ ഒരു വല്ലാത്ത പനി വരുമായിരുന്നു. സ്വോത്രം. കുറെ പേര് പനിച്ചു വിറയ്ക്കുമായിരുന്നു. അത് എങ്ങനെയാ മാറിയത്? മാസ്ക് വെച്ചു, കോവിഡിൽ ചൂടുവെള്ളം കുടിച്ചു. അന്നൊരു സംഭവത്തെ കണ്ടുപിടിച്ചു. നാം ഈ കാട്ടാക്കടയ്ക്ക് വരുന്ന റൂട്ടിൽ വെള്ളം ടെസ്റ്റ് ചെയ്തു. ആരാ ടെസ്റ്റ് ചെയ്ത്? സാജു ചാത്തന്നൂരിൽ പൂജപ്പുര രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വൈറസിനെ കണ്ടുപിടിച്ചു. അതിന്റെ പേര് ക്രോമിയം ബർലിയം വൈറേഷ്യം. അർത്ഥം, ഈ വൈറസ് വെള്ളത്തിൽ കൂടി ഇറങ്ങിയാൽ മനുഷ്യന്റെ കൗണ്ട് കുറഞ്ഞ് ഈ തിരുവനന്തപുരം ജില്ലയിൽ അനേകം പേരുടെ സമയത്ത് ചെറുപ്പക്കാർ വരെ മരിച്ചു വീണു. കൗണ്ട് കുറയുന്ന പനി. ആരിതിന് വാക്സിൻ തരും? ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ പറയൂ, ഞാൻ വാക്സിൻ തരാം, പക്ഷെ എന്തോ ചെയ്യണം? കൈകളിൽ മുദ്രയേൽക്കണം. വചനം മനസ്സിലാകുന്നവർക്കായി. ഇന്ന് കോവിഡിന് 2 ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി സാറിന്റെ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റിന് പകരം ഇന്ന് അമേരിക്കയിലെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ജോ ബൈഡൻ പറയുന്നു, വാക്സിൻ ഉണ്ടാക്കിക്കോ, മഹാവ്യാധി വരുന്നെന്ന്. സന്തോഷമില്ലല്ലോ? കഴിഞ്ഞ 4 ദിവസം മുമ്പ് ടെലിവിഷൻ കണ്ട എത്ര പേരുണ്ട്? ആകെ കേരളത്തിൽ 4 മങ്കി പോക്സ്, ഉത്തർപ്രദേശ് 1 മങ്കി പോക്സ്. സ്വോത്രം. അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരോട് പറഞ്ഞു? പൂനെ വൈറോളജിയോട്. അത് കഴിഞ്ഞിട്ട് ഭാരത് ബയോടെക്കിനോട് പറഞ്ഞു, മങ്കി പോക്സിന്റെ വാക്സിൻ ഇപ്പോഴേ ഉണ്ടാക്കിക്കോളാൻ. ആകെ 5 കേസായതേ ഉള്ളൂ. ഇവിടെ വാക്സിൻ ഉണ്ടാക്കാൻ പോകുന്നു. മനുഷ്യരുടെ അടുത്ത് പരീക്ഷിക്കുന്നത് പോലെ സകല മനുഷ്യരിലെ വാക്സിൻ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ഈ സകല രോഗങ്ങൾക്കും വാക്സിൻ തരുവാൻ ഒരുവൻ വരുന്നു. അതാ യേശു പറഞ്ഞു, അവൻ അടുക്ക വാതിൽക്കൽ. വാക്സിന്റെ മറവിൽ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ മോഡി സാറിന്റെ ക്ലീൻ സർട്ടിഫിക്കറ്റ് അല്ല വരുന്നത്. നമ്മുടെ കൈകളിലേക്ക് വാക്സിൻ അടിക്കുമ്പോൾ പകരം വാങ്ങുവാനും വിൽക്കുവാനും ഒരു മുദ്രയായി സാത്താൻ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ചതിപ്പിക്കുവാൻ ഒരു വാക്സിനുമായി വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി സീനായി കൺവെൻഷൻ ഇരിക്കുന്നവരടുത്ത് പറയണം, നമ്മുടെ അകത്തൊരു വാക്സിൻ ഉണ്ട്. ഏതാ? കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതി, ശ്രദ്ധയോടെ ഇരിക്കണം, കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതി കാട്ടാക്കടയും കട്ടക്കോട് മണലിയും മൂങ്ങോടും വിളപ്പിൽശാലയും പേയാടുമല്ല നമ്മുടെ നേഴ്സുമാർ പറഞ്ഞു, പോളിയോ. കേട്ട എത്ര പേരുണ്ട്? പോളിയോ. എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞിന് 5 വയസ്സിന് താഴെ പോളിയോ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് മുട്ട തളർന്ന് ഒരു കുഞ്ഞ് കിടക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടി കൊടുക്കുന്നതായി ഇസ്രയേൽ കണ്ടുപിടിച്ച പോളിയോ ലിറ്റിൽ വാക്സിൻ. അത് കുഞ്ഞുങ്ങൾ സൗജന്യമായിട്ട് ബസ് സ്റ്റാൻഡിലേക്കാണ്, റോഡ് സൈഡിലേക്കാണ്, എവിടെ വേണമെങ്കിലും സൗജന്യമായിട്ട് കിട്ടും. പ്രിയപ്പെട്ട മക്കളെ, ആ പോളിയോ വാക്സിൻ എന്തിനാ കൊടുക്കുന്നത്? വരാനിരിക്കുന്ന പോളിയോയ്ക്ക് മുൻപാണ് വാക്സിൻ കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യകുലത്തിനകത്തൊരു പോളിയോ ഉണ്ട്. ഏതാ പോളിയോ? ക്യാൻസർ ആണോ ട്യൂമറാണോ? അല്ല. ആ പോളിയോയുടെ പേരാ പാപത്തിന് ഏത് വാക്സിൻ ഉണ്ട്? ആന്റിബയോട്ടിക് ഉണ്ടോ? റേഡിയേഷൻ ഉണ്ടോ? കീമോതെറാപ്പി ഉണ്ടോ? എന്നാൽ പാപത്തിന് വേണ്ടി ഒരു വാക്സിൻ ഉണ്ട്. ഏതാ വാക്സിൻ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിനകത്ത് ഒരു പാപവും ചെയ്യാതെ 5 കോടതികൾ 7 പ്രാവശ്യം മാറി വിസ്തരിച്ചിട്ട് പീലാത്തോസിന്റെ ഭാര്യ പോലും പറഞ്ഞു, അവനിൽ ഒരു കുറ്റമില്ലെങ്കിൽ സകല മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ നാഥൻ അറുക്കപ്പെട്ടപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തത്തിന്റെ വാക്സിൻ ഏറ്റെടുത്ത ദൈവമക്കൾ സാത്താന്റെ വാക്സിൻ സ്വീകരിക്കുക എന്റെ ദൈവം അനുവദിക്കയില്ല. അതിനു മുമ്പ് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. ഇന്ന് രാത്രി ഹല്ലേലൂയ തീർക്കണമേ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തവേ. ഇത് ഏതാ രക്തം? സാധാരണ രക്തമല്ല. പഴയ നിയമ ഇസ്രായേലിന് വേണ്ടി കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ആ രക്തം തേച്ചെങ്കിൽ പുതിയ നിയമമായ ഇസ്രായേലായ ആരാധിക്കുന്ന ദൈവമക്കൾ കാൽവറിയിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ജോൺസന്റെ വാക്സിൻ വരുന്നതിന് മുമ്പ് അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി പട്ടണമേ, കാല സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. ഞങ്ങളുടെ നാഥന്റെ വരവിന്റെ ചിലമ്പലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒന്നേ അടിച്ചുകൊണ്ടിരിക്കുന്ന മങ്കി പോക്സ് 5 കേസേ ആയോള്.
പൂന വൈറോളജിയോടും അതിനോടൊപ്പം തന്നെ ആരോട് പറഞ്ഞിരിക്കുന്നു? ഭാരത് ബയോടെക്കിനോട് പറഞ്ഞിരിക്കുക, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ. തീർന്നില്ല, പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇത് പത്മോസിനകത്ത് യോഹന്നാനോട് സ്വർഗം പറഞ്ഞു, വാൾക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. 2 ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ. വായിക്കാം ലൂക്കോസ് 21:11. അതിനോടൊപ്പം യേശു എന്ത് പറഞ്ഞു? വായിക്കാം കുഞ്ഞ്, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 11 തിരുവചനം. ലൂക്കോസ് 21:11. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും. ലൂക്കോസിന്റെ സുവിശേഷം 21 അതിന്റെ 11 തിരുവചനം. ലൂക്കോസിന്റെ സുവിശേഷം 21:11 വായിച്ചാട്ടെ മോനെ. ക്ഷാമവും വലിയ ഭൂകമ്പവും. വാക്യം നോക്കിയാട്ടെ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഇത് 3 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എവിടെ? കഴിഞ്ഞ ദിവസം ഇറാൻ ഒന്ന് കുലുങ്ങി. മഹാവ്യാധികൾ ഇതാ, മങ്കി പോക്സ്. അത് കഴിഞ്ഞ് ഭൂകമ്പം. ഇതെല്ലാം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. എന്താ ഭൂകമ്പം? മനസ്സിലാക്കണം. ഇനി അടുത്ത ദിവസം കോവിഡൊന്നുമല്ല, ഇതിൻ്റെ ബാക്കി വരാൻ പോകുന്ന ഭൂകമ്പങ്ങൾ. എന്താ ഭൂകമ്പം? ശ്രദ്ധയോടെ ഇരിക്കണമേ. വചനം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നാം പാർക്കുന്ന ഭൂമിക്ക് എത്ര തട്ടുണ്ട്? 3 തട്ടുകളുണ്ട്. മിൽക്കി വേ ഗാലക്സി 9 ഗ്രഹങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9 പോയി. ഇന്ന് അഷ്ടഗ്രഹങ്ങൾ. അതിൽ മിൽക്കി വേ ഗാലക്സിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് നാം പാർക്കുന്ന ഭൂമി. 36 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ സമുദ്രം. ബാക്കിയാ ഭൂമിയായിട്ടുള്ളത്. ബാക്കി മുഴുവൻ വെള്ളം. ഭൂമിക്ക് 3 തട്ടുകളുണ്ട്. 1ാമത്തെ തട്ട് ക്രിസ്റ്റ്, 80 കിലോമീറ്റർ. വീട് വെക്കാൻ, വെള്ളം കുടിക്കുക. 80 മുതൽ 2000 വരെ നമ്മുടെ പെരുങ്കടവിള ആലത്തൂരിലെ പാറ പോലെ ഇരിക്കും. അതിൻ്റെ പേര് കട്ടിപ്രതലം, മാൻഡിഡ്. മാൻഡിഡിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിനെ വെച്ചിട്ടുണ്ട്. സയൻസ് അതിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. അതുകൊണ്ട് സങ്കീർത്തനം പറയുന്നു, ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. സന്തോഷമില്ലല്ലോ? 1ാമത്തെ പ്ലേറ്റ്. സമയം നിങ്ങൾ നോക്കരുത്, ആകെ 3 ദിവസമേ ഉള്ളൂ. 1ാമത്തെ പ്ലേറ്റ് തുടങ്ങുന്നു കന്യാകുമാരി, കാശ്മീർ. അത് കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യങ്ങൾ. അത് കഴിഞ്ഞ് തുർക്കി വരെ കിടക്കുന്ന പ്ലേറ്റിൻ്റെ പേരാ. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSCയിൽ വരും. അതിൻ്റെ പേരാ ഏഷ്യൻ പ്ലേറ്റ്. 2ാമത്തെ പ്ലേറ്റ് ഏതാണെന്നറിയാമോ? ന്യൂഡൽഹി. അത് കഴിഞ്ഞിട്ട് എവിടെ പോകും? ബർമ, റംഗൂൺ. അത് കഴിഞ്ഞ് ചൈന. അത് കഴിഞ്ഞ് തായ്ലൻഡ്. അത് കഴിഞ്ഞ് ജപ്പാൻ. നേരെ ബ്രിട്ടൻ വരെ കിടക്കുന്ന 2ാമത്തെ പ്ലേറ്റിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം ഭൂമി അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. തീർന്നില്ല. അതിനുശേഷം ഭൂമിക്കടിയിൽ 3ാമതൊരു തലമുണ്ട്. ആ തലത്തിൻ്റെ പേരെന്തുവെന്നറിയാമോ? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ. സന്തോഷമില്ലല്ലോ? തീ കൊണ്ടെന്ന പോലെ തെളിച്ചു പറയുന്നത്. അതിൻ്റെ പേരാ കോർ, അഗാധകൂപം. പാതാളമെന്നും യാതനാ സ്ഥലമെന്നും പുറത്തെ ഇരുട്ടെന്ന് പറയും. അങ്ങനെ വല്ല സ്ഥലം കേട്ട വല്ലവരും ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. 1ാം തലം ക്രിസ്റ്റ്, 2 മാൻഡിഡ് കോർ, മാൻഡിഡ്. അതിനുശേഷം ലിതോസ്ഫിയർ. അതിൻ്റെ താഴെ 3ാമത്തെ തലം പ്ലേറ്റിൻ്റെ അടിയിൽ ഒരു സ്ഥലമുണ്ട്, അഗാധ കൂപം. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? വീട്ടിൽ ചെന്ന് ഇന്ന് രാത്രി വായിക്കണം. ലൂക്കോസ് 16. അങ്ങനെ ഒരു അച്ചായനെ അറിയാമോ? അച്ചായൻ്റെ പേരേതാ? പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ ധനവാൻ തോമാച്ചായൻ. സന്തോഷമില്ലല്ലോ? ആ വീട്ടിൽ വേറൊരു അച്ചായൻ ഉണ്ടായിരുന്നു. ആ വാതൊക്കെ കിടന്ന ലാസർ. വല്ലവർക്കും അറിയാമോ? ധനവാന്റെ അടക്കം എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഗംഭീരമായ അടക്കം. CSIയുടെ മെത്രാപ്പോലിത്ത ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ വെറൈറ്റി മാർബിളിൽ നീട്ടിപ്പെട്ടി, മാർബിള് വേട് നല്ല ഈട്ടിപ്പെട്ടി, നല്ല മരണക്കൊയർ. എന്ത് ഗംഭീരമായി അടക്കി. പക്ഷെ ധനവാൻ എവിടാ പോയത്? മേളിലോട്ടല്ല പോയത്. ധനവാൻ പോയത് കീഴപ്പാതാളത്തിനകത്ത്. സന്തോഷമില്ലല്ലോ? ലാസറിന് വലിയ അടക്കമൊന്നും കിട്ടിയില്ല. പ്രളയം വന്നപ്പോൾ കാട്ടാക്കട അവൻ ഒലിച്ച് നെയ്യാറിപ്പോയി. സ്വോത്രം. പക്ഷെ അവൻ്റെ ശ്വാസം പോയപ്പം ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നു. അതുകൊണ്ടല്ലേ ഭക്തന്മാരായ ഉപദേശിമാർ മരണം കാണുമ്പോൾ ഇങ്ങനെ പാടാറുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ എതിരേൽക്കുവാൻ വരും. സ്വോത്രം. എന്താ? മരിക്കുന്നത് എനിക്ക് ലാഭം, ജീവിക്കുന്നത് ക്രിസ്തു. സന്തോഷമില്ലല്ലോ? അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്ന നീതിമാന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായി തീർന്നു. അത് കഴിഞ്ഞിട്ട് പയ്യാടും അന്തിയൂർക്കോണത്തുള്ള അച്ചായ, ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചു അവൻ മരണത്തോടു കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. മിണ്ടുന്നില്ലല്ലോ? ധനവാന് വീട്ടിൽ നല്ല കാര്യമുണ്ടായിരുന്നു, ചർച്ചിലും പോകുമായിരുന്നു. പക്ഷെ ലൂലു സെൻ്ററൊക്കെ വന്നപ്പം പാസ്റ്റർ പരിധിക്ക് ഔട്ടായിപ്പോയി. ഇപ്പം എങ്ങും കറക്കമായിരുന്നു. അങ്ങനെ ഇരിക്കുന്നപ്പോൾ അന്നത്തെ കാലത്തെ ഒരു സംഭവം 2 മിനിറ്റ് കൊണ്ട് നാട്ടുകാരൻ കേൾക്കട്ടെ. അന്ന് ഈ സാംസങ് ഗാലക്സിയൊക്കെ വന്നപ്പോൾ പണ്ടത്തെ നോക്കിയായി എറിക്സോണും അവിടെ കടന്നു. വീട്ടിൽ നയവാൻ്റെ മകൻ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജോമോൻ. അന്നേരം ആരാണ്ട് പറഞ്ഞ്, അച്ചായന് വണ്ടി കയറണമെങ്കിൽ നെയ്യാർ ഡാം കടത്ത് കണക്കണേ, കടത്തിന് വള്ളക്കൂലി കൊടുക്കണം. അതുകൊണ്ട് തലേണയുടെ ഈടി പൈസ വെച്ചേക്കാൻ വള്ളം കയറാനായിട്ട്. സ്വോത്രം. പണ്ടത്തെ ആചാരം. എത്ര പേർക്ക് കാര്യം പിടികിട്ടി? സ്വോത്രം. അച്ചായന്മാരൊക്കെ വിട്ടിട്ടുണ്ട്. പണ്ട് മനുഷ്യൻ മരിക്കുമ്പോൾ ആൾക്കാർ തലയുടെ കീഴിൽ തലേണ 20-30 വെക്കും വള്ളക്കൂലി കൊടുക്കാനായിട്ട്. എൻ്റെ അച്ചായ അതൊക്കെ സയൻസ് മനസ്സിലാക്കി ഇന്ന് നിർത്തിക്കോണം. സ്വോത്രം.
സന്തോഷം, സ്വോത്രം. അപ്പോൾ ഒരു വീട്ടിലെ കൊച്ചു മോൻ പറഞ്ഞു, അപ്പച്ച എന്തായാലും പോകുന്ന സ്ഥലത്ത് എന്നെ ഒന്ന് വിളിക്കുമല്ലോ, ഒരു പഴയ നോക്കിയുടെ മൊബൈൽ ചാർജ് ചെയ്ത് ശവപ്പെട്ടിക്കകത്ത് ഇട്ട് കൊടുത്തു. സ്വോത്രം. അങ്ങനെ ഇരുന്ന് അടക്കം കഴിഞ്ഞപ്പോഴേ 2018 പ്രളയം വന്ന് കറണ്ടും പോയി, നെറ്റ്വർക്കും ഒക്കെ പോയി. സ്വോത്രം. ധനവാൻ എവിടെ ചെന്ന് പാതാളത്തിൽ ചെന്നപ്പോഴേ 40-ാം ദിവസം ട്രാൻസ്ഫോമർ ചാർജായി കറണ്ട് വന്നപ്പോൾ ധനവാൻ ഈ മൊബൈൽ നോക്കിയ എടുത്തിട്ട് ഒന്ന് ഓണാക്കി. ആദ്യത്തെ നമ്പർ, വീട്ടിലെ നമ്പർ 9:30 ഒന്ന് ലൈൻ പിടിച്ചപ്പോൾ വീട്ടിൽ റിങ് അടിച്ചു. ധനവാന്റെ സഹോദരൻ ജോയ്ക്കുട്ടി ഫോൺ എടുത്തപ്പോൾ അവിടെ ഒരു പാട്ട്, നല്ല പാട്ട്. എന്തൊരു പാട്ട്? ഇസ്രയേലിൻ നാഥനായി വാഴുമേഘ ദൈവം. ഇന്ന് വരെ ആ പാട്ട് ആ വീട്ടിൽ കേട്ടില്ല. ഉടനെ ധനവാൻ ചോദിച്ചു, ജോയ്ക്കുട്ടി എന്താണ് അവിടെ നല്ല പാട്ട് കേൾക്കുന്ന വിശേഷം? അയ്യോ അച്ചായൻ എവിടുന്നാ വിളിക്കുന്നത്? അപ്പം പറഞ്ഞ്, ഞാൻ നല്ലൊരു മനോഹരമായ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്, ഈ മനോഹര തീരത്ത് ഇങ്ങോട്ട് നിങ്ങൾ ആരും വരരുതെന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പം അച്ചായനോട് ചോദിച്ചു, എന്തു അവിടെ കാര്യം? അച്ചായൻ മരിച്ച് 40 പാട്ട് കുർബാന, എന്തുവാ സ്പെഷ്യൽ? നല്ല പാലപ്പവും മട്ടൺ സ്റ്റൂ. അന്നേരം അച്ചായൻ പറഞ്ഞ, വരുന്ന പോസ്റ്റ്മാൻ്റെയിലെങ്കിലും ഒരു 35 രൂപയുടെ 7up എൻ്റെ പേര് ഇങ്ങോട്ട് കൊടുത്തു വിട്. നീ ആ പാലപ്പവും മട്ടൻ കറിയും തിന്നുമ്പോൾ ഇവിടെ പച്ചോളം കിട്ടാതെ ഞാൻ കിടക്കുക. സ്വോത്രം. അന്തിയൂർ കോണത്തെ കർത്താവിനെ കാണാത്ത അച്ചായന്മാരെല്ലാം പോകുന്നത് എവിടെ? ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കെടാത്ത തീയും ചാകാത്ത പുഴു. സന്തോഷമില്ലല്ലോ, കൈ ഉയർത്തത്തില്ല. പെന്തിക്കോസുകാർക്ക് ഇപ്പം നരകത്തെ പറ്റി പറയുന്നതേ ഇഷ്ടമല്ല. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടു കൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല. ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ ഉള്ള മേഖലയാണ്. എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഹൈന്ദവരുടെ വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ, അതിനകത്ത് മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു എഴുതിയിട്ടുണ്ട്, നാം പാർക്കുന്ന ഈ ഭൂമി ആലില പോലെ വിറയ്ക്കും, പ്രളയം പോലെ ഇത് അസ്തമിക്കുമ്പോൾ മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്ന, ആത്മാവിന് വേദനപ്പെടുത്തുന്നത് നരകത്തിനകത്തുണ്ടെന്ന് ഹൈന്ദവരുടെ വേദങ്ങൾ. സ്വോത്രം. അതുകൊണ്ടല്ലേ പേയാട് കാട്ടാക്കട ഉത്സവം നടക്കുമ്പോൾ രാവിലെ ഭജന വായന, കൈയൊന്ന് ഉയർത്തിയാട്ടെ, ഭജന വായന, ഭജന വായന. ഒരു മൈക്കും വെച്ചിട്ട് ഒരു സ്വാമി, ചില അമ്മച്ചിമാർ ഒരു പുസ്തകം തുറന്ന് നമ്മൾ ബൈബിൾ പാരായണം പോലെ അന്നേരം ഒരു വാക്ക് പറയും, സംസ്കൃതം, സത്കർമ്മോദയ സത്കർമ്മോദയ മാനവകുല സത്കർമ്മോദയ. നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊരു സ്വർഗം കിട്ടുമെന്ന്, അല്ലെങ്കിൽ നീ നരകത്തിൽ പോകുമെന്ന് അമ്മച്ചി വായിക്കുന്നു. സ്വോത്രം. ആ ഉത്സവത്തിന് നമ്മൾ പോകത്തില്ല. വൈകിട്ട് പേയാട് അടിക്ക് പോകും ഉത്സവ സ്ഥലത്ത്. സ്വോത്രം. ഈ അമ്മച്ചി വായിക്കുന്ന കേട്ടാലെങ്കിലും നാം കൊടപ്പെട്ടു പോയത്. വീണ്ടും തീർന്നില്ല. മുസ്ലിമിൻ്റെ ഖുർആൻ മസ്നാദുപുറം 716. കിള്ളി ചെന്ന് നാളെ പള്ളിക്കാരെഴുതി വയ്ക്കണം. മസ്നാദുപുറം 716. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുണ്ടെന്നറിയോ? ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കീഴെ എന്തുണ്ടെന്നറിയാമോ? പറയാ, കൊത്തിവലിക്കുന്ന പാമ്പുണ്ട്. യെശയ്യാ പ്രവചനം ബുദ്ധിമാൻ. യെശയ്യാ പ്രവചനം, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കെടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രിയങ്കരനായ സഖാവ് VS ഇന്ന് വാർദ്ധക്യത്തിലിരിക്കുന്ന സഖാവ് മാണിസാറിനെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, പെന്തിക്കോസുകാർ ആരെങ്കിലും പറഞ്ഞു, ഒരുവൻ സർവ്വലോകവും നേടിയാലും, മത്തായി സുവിശേഷം, അവൻ ധനവാനായി തീർന്നാലും അതിനപ്പുറം ഒരുവൻ സർവ്വലോകവും നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ. പറഞ്ഞത് പെന്തിക്കോസും അല്ല, CSI സഖാവ് VS പറഞ്ഞില്ലേ നിയമസഭയ്ക്കകത്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ യോഗ പരമ്പരകളിൽ പറയുന്ന ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാ യോഗങ്ങൾ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തിവലിക്കുന്ന പാമ്പുകൾ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യോബ് പറയുന്നു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. സ്വോത്രം. അപ്പോൾ ഈ പ്ലേറ്റ് എങ്ങനെ നിൽക്കുന്നത്? സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഈ പ്ലേറ്റാ. സൂര്യൻ്റെ ആകർഷണത്തിനകത്ത് നിൽക്കുന്ന, പുറകെ ഞാൻ സൂര്യനെ പ്രസംഗിക്കുക, സൂര്യൻ്റെ ആകർഷണത്തിനകത്ത് നിൽക്കുന്ന ഈ പ്ലേറ്റ് കുലുങ്ങും. അപ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും, അത് വീഴും, വിറയ്ക്കും, എഴുന്നേൽക്കയില്ല. യെശയ്യാ പ്രവചനം കാണും വായിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഴപ്പം പറ്റി എന്തോന്നറിയോ? ആത്മീയ ഗോളത്തിൽ വന്ന പരാജയം. ഈ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ കവിഞ്ഞൊടുക്കുന്ന അനുഗ്രഹം, നിറഞ്ഞൊടുക്കുന്ന അനുഗ്രഹം, കാശ് വേറെ, വണ്ടി വേറെ, പേയാട് തോട്ടം വേറെ, ഇങ്ങനെ കല കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും അന്ത്യകാലത്തിറങ്ങി മനുഷ്യൻ്റെ കണ്ണുകൾ അടപ്പിച്ച് കളഞ്ഞു. നാളെ ഇനി നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ പറയാം, രക്ഷ പ്രസംഗിക്കാത്ത യോഗ, മാനസാന്തരം പ്രസംഗിക്കാത്ത യോഗ, മാനസാന്തരം പറയാത്ത യോഗ. കുഞ്ഞെ, ഇവിടെ നിനക്ക് നല്ല വീടും കാറും മൊബൈൽ ഫോണും ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ധനവാന്റെ കണക്ക് പാതാളത്തിൽ ചെന്ന് സ്വോത്ര ഒരു 7up വേണ്ടി കരയണമോ? അതിനു വേണ്ടിയ ഈ സുവിശേഷ യോഗം ഞങ്ങൾ വെച്ചത്. നീ നരകത്തിൽ കടന്ന് കരയാതെ പിതാവ് ഒരുക്കുന്ന നിത്യസന്നിധിയിൽ ചെന്ന് സ്വർഗീയ കൃപ പ്രാപിക്കുവാൻ വേണ്ടിയാ ഞങ്ങൾ സുവിശേഷ യോഗ പരമ്പരകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ഭൂകമ്പ്, ഇനി സഹോദരന്മാരെല്ലാം ശ്രദ്ധിക്കണം, മുല്ലപ്പെരിയാറിലേക്കാണ് വരുന്നത്. 1970 മുതൽ 80 വരെ 20 ഭൂകമ്പ്, 80 മുതൽ 90 വരെ 40,
90-ന് ശേഷം ഇപ്പൊ എപ്പോഴും ഭൂകമ്പം. എന്താ മുല്ലപ്പെരിയാർ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എഴുതുന്ന മുല്ലപ്പെരിയാർ 1994. ശ്രദ്ധയോടെ ഇരിക്കണമേ. 1994 മഹാരാഷ്ട്രയിലെ ലത്തൂർ ഒന്ന് കുലുങ്ങി. ആ ചലനം എവിടെ വന്നു? കർണാടക വന്നു. ആ ചലനം എവിടെ വന്നു? ഗോവ വന്നു. അതെവിടെ വന്നു? മംഗലാപുരം വന്നു. അതെവിടെ കയറി? വയനാട് കയറി. അതെവിടെ വന്നു? കൊച്ചി, അറബിക്കടൽ. അതിൻ്റെ പ്ലേറ്റ് എവിടെ ഇളവി? മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് എവിടെ ഇറങ്ങി? തൊടുപുഴ കയറി. തൊടുപുഴയിൽ നിന്ന് എവിടെ കയറി? ഉപ്പുതറ കയറി. അത് കഴിഞ്ഞ് എവിടെ കയറി? കാഞ്ചിയാറ് കയറി. അത് കഴിഞ്ഞ് എവിടെ? വള്ളക്കടവിൽ കയറി. ആ പ്ലേറ്റ് പോയത് ബേബി ഡാം മുല്ലപ്പെരിയാറിൻ്റെ. 1994 കർത്താവ് എത്ര കൊല്ലം കേരളത്തിനും തമിഴ്നാട്ടിനും കൊടുത്തു? സ്വോത്രം. എത്ര കൊല്ലം കൊടുത്തു? 94 6 എത്ര? 2000. ഇന്ന് 2022, 28 കൊല്ലം കർത്താവ് കൊടുത്തില്ലേ? ഇനി കർത്താവിനെ കുറ്റം പറയാൻ കാര്യമുണ്ടോ? സ്വോത്രം. ഈ 2 ചേട്ടന്മാരോട് ഒരു പ്രൈസ്തലോട് കൊടുത്തിരുന്നേ എന്നേ ഒരു ഡാം വന്നതിന്. സ്വോത്രം. തമിഴന്റെ ജീവിതത്തിൽ അവൻ സമ്മതിക്കത്തില്ല. സ്വോത്രം. എന്താ സമ്മതിക്കാത്ത കാര്യം എന്നറിയാമോ? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 5 ഡിസ്ട്രിക്ട് ഗുഡ് ബൈ. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, നെടുമ്പാശ്ശേരി എയർപോർട്ട് സഹിതം കടൽ വെള്ളത്തിൽ 45 ലക്ഷം പേർ ഗുഡ് ബൈ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. അതുകൊണ്ട് തമിഴ്നാട് പറയുന്ന ഈ 5 പോയാൽ കന്യാകുമാരി, കൊല്ലവും തിരുവനന്തപുരം എടുക്കും. ഹല്ലേലൂയ, പാടിടാം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരുകാർ പാലക്കാട്, കോഴിക്കോട് എടുക്കും. സ്റ്റാലിനായാലും ഇനി കനിമൊഴി വന്നാലും ഇതിനകത്തൊരു കരാറൊപ്പിടത്തില്ല. ഇന്ന് പലരും എന്നോട് ചോദിക്കും, പാസ്റ്ററെ എന്താ മുല്ലപ്പെരിയാർ തകരാത്തത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ അടിമാലിയിൽ വെള്ളത്തൂവൽ കൺവെൻഷന് ഞാനിത് പ്രസംഗിച്ചു. അവർ കേട്ടോണ്ടിരുന്നോ? സ്വോത്രം. നമ്മളിവിടെ തിരുവനന്തപുരത്ത് എന്തൊരു സുഖമാ. തിരുമലയും കാട്ടാക്കടയും നല്ല വൈകിട്ട് അൽപകാമും കുഴിമന്തിയൊക്കെ തിന്നിട്ട് ഹല്ലേലൂയ നമ്മളിങ്ങനെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുക. ഇടുക്കിയിൽ ഒരു പ്രളയം വരുമ്പോൾ അപ്പച്ചനെ വീട്ടിൻ്റെ കട്ടിലിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുക, ഓട്ടോയിൽ പെട്രോൾ അടിച്ചിരിക്കുക. എന്താ വെച്ചാൽ മുല്ലപ്പെരിയാർ ഒന്ന് തകർന്നാൽ അപ്പോഴേ അപ്പച്ചനെയും കൊണ്ട് വണ്ടിയിൽ ഓടാനായിട്ട് റെഡിയായിട്ടിരിക്കുക. സ്വോത്രം. എന്നിട്ടും ഹല്ലേലൂയ പറയുന്നില്ല. സ്വോത്രം. എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുന്നില്ല? പെന്തിക്കോസുകാരെ ഓർത്തിട്ടല്ല ഞാൻ സന്തോഷിക്കുന്നത്. CSIക്കാർ, ഇവിടുത്തെ CSIക്കാർ അറിയാമല്ലോ. സ്വോത്രം. ഒരു കാലത്ത് ഈ മഹാ ഇടവകയ്ക്ക് വേണ്ടി ഞാൻ നെഞ്ചുകീറി പ്രസംഗിച്ചത് 4 മാസം മുമ്പ് ഷൈൻ എടുത്തു. കാട്ടാക്കട കട്ടക്കോട് CSIക്കാരുടെ കോട്ടയെ ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞു. എനിക്ക് ഒരു ഭയവുമില്ല. CSIയിലെ തിരുമേനി 5-6 വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. അത് ഇന്ന് ഓൺലൈനിൽ കിടപ്പുണ്ട്. എന്താ 36 സഭായോഗം എൻ്റെ വെട്ടിത്തന്നതാ CSIയിലെ തിരുമേനി റസാലോ. സ്വോത്രം. ഇവിടെ ഈടി കൊണ്ടൊന്നുമല്ല, അടുത്ത കസേരയിലെ ചെല്ലുന്നിരിക്കണം. സ്വോത്രം. ഇത് ഇരുവായ്ത്തലയുള്ള വാള. വെള്ളറുടെയും ആറാട്ടുകുടിയും വിരാലി CSI. അത് കഴിഞ്ഞിട്ട് പിന്നെ മണലി, പിന്നെ അത് തേക്കുപാറ 36 സ്ഥലത്ത് അനിൽ പാസ് കേക്കട 9 സഭാദിനം വന്നു. വിരാലി CSIയിൽ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന 4 ദിവസം പാസ്റ്റർ സജു ചാത്തന്നൂർ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, കൺവെൻഷൻ നടന്നില്ലേലും വേണ്ടിയാൽ ഒരു പെന്തിക്കോസുകാരനെ പള്ളി കയറ്റണ്ടെന്ന്. അച്ഛന്മാർ മുഴുവൻ പറഞ്ഞു, നമ്മുടെ പള്ളികൾക്ക് വേണ്ടി ഇത്രയും പ്രസംഗിച്ചതാ. അവിടുത്തെ LMSലെ ഒരു അധ്യാപകൻ എൻ്റെ വീട് അന്വേഷിച്ച് വന്നു, പാസ്റ്റർ യോഗമില്ല, പൈസ ഞങ്ങൾ തരാമെന്ന്. ഞാൻ പറഞ്ഞു, പ്രസംഗത്തിന് പൈസയെ വേണ്ട, വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. ജോയി എൻ്റെ കൂടെ എത്ര രാത്രി ഉണ്ടായിരുന്നു. സ്വോത്രം. ആ സമയത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്തപ്പോൾ 2018 ഞാൻ LMSന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് പറഞ്ഞു, ന്യായവിധിയുടെ മുമ്പിൽ താങ്കൾ വെളിപ്പെടും. സ്വോത്രം. ഇതാരാ? ദൈവത്തിന്റെ തിരുവചനമാ. സ്വോത്രം. അന്ന് കേട്ട പട്ടക്കാരിന്ന് റോഡിനകത്ത് നിൽപ്പുണ്ട്. അവർ എന്നെ തള്ളിയപ്പോൾ ആര് കൊണ്ടുപോയി? ഈസ്റ്റ് കേരള മഹാ ഇടവക മേലുകാവ് കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് ഓഫീസറായിരുന്ന KG സൈമൺ സാർ, കൂടത്തായി ജോളിയെ പൂട്ടിയ KG സൈമൺ സാർ പ്രസംഗം കേട്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കണം, ഒരു ആത്മാവ് രക്ഷപ്പെടട്ടെ. CSIL ആത്മാവ്. അദ്ദേഹത്തിന്റെ ചേട്ടൻ ബിഷപ്പായിരുന്നപ്പോൾ ഇടുക്കി മുഴുവൻ എന്നെ കൊണ്ടുപോയി കട്ടപ്പന, നെടുങ്കണ്ടം, കാളിയാർ, വണ്ണപ്പുറം, രാജാക്കാട്, രാജകുമാരി. അവിടെ പോകുമ്പോൾ ഇവിടുത്തെ കടക്ക് പന്തലില്ല, പള്ളിമുറ്റത്താ യോഗമുള്ളത്. കേൾക്കട്ടെ മലയാളികൾ, വൈകിട്ട് ഹൈറേഞ്ചിലെ തൊഴിലാളികൾ വരും. പണി കഴിഞ്ഞിട്ട് നല്ല ഒരു ഉടുപ്പ് പോലുമില്ല അനിൽകുമാർ പാസ്. കീറിയ ഉടുപ്പിനകത്ത് വരുമ്പോൾ അവിടെ കട്ടൻ ചായ ഒരു വടയും കാണും. അത് കുടിച്ചിട്ട് അവർ കൈ ഉയർത്തി യേശുപ്പന് നന്ദി പറയുമെങ്കിൽ അവന്റെ പ്രാർത്ഥനയുടെ നടുവിൽ എൻ്റെ ദൈവം മുല്ലപ്പെരിയാറിനെ തകർക്കത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഏഷ്യാനെറ്റ് പറഞ്ഞാലും, മുഖ്യമന്ത്രി ചർച്ച ചെയ്താലും, മാതൃഭൂമി പറഞ്ഞാലും ഞങ്ങളുടെ ദൈവം ആര്? 45 ലക്ഷം ജനത്തെ വെള്ളത്തിൽ മുക്കുന്നവനല്ല ഞങ്ങളുടെ ദൈവം. കരുണാമയനായ ദൈവം, കൃപാലുവായ ദൈവം, ദയാലുവായ ദൈവം. ഹൈറേഞ്ചിനകത്ത് തമിഴ് പാടുമ്പോൾ അൻപുക്കുള്ള എന്തും അധികമായി മുഴുവുള്ളത്തോടെ ആരാധന പറയുമ്പോൾ നല്ല ഡ്രസ്സല്ല, പാൻറ് ഷർട്ടുമല്ല, ഹൈറേഞ്ചിലെ തൊഴിലാളി മുട്ടുമടക്കി പറയും, യേശുപ്പാ ഉങ്ക കരങ്ങൾ നാം തരുവത്. അവന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. ഇന്ന് രാത്രി മുല്ലപ്പെരിയാർ പൊട്ടുമോ? ഇല്ല മക്കളെ,
സായം സന്ധ്യയിൽ 2 ദൂതന്മാർ ലോത്തിന്റെ വീട്ടിൽ ചെന്ന് അബ്രഹാം ഒരുവൻ ഇടിവിൽ നിന്നത് കൊണ്ട് ലോത്തിനോട് പറഞ്ഞു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പർവ്വതത്തിലെ ഘോട പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം. ലോത്തിനെയും പെങ്കൊച്ചുങ്ങള് സോവേറിനകത്ത് കൊണ്ടെത്തിച്ചിട്ട് ആകാശത്തിന്റെ തട്ടുകൾ തുറന്നതെങ്കിൽ ഇന്ന് രാത്രി മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോ ശ്രീ ഉമ്മൻചാണ്ടിയോ ഏഷ്യാനെറ്റോ മാതൃഭൂമിയോട് ഞങ്ങൾ ശക്തമായി പറയുന്നു, ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ആ ശബ്ദം ടെലിവിഷനകത്തും മാധ്യമത്തിനകത്തും വരുന്നതിന് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിന്റെ പേരാ മണവാട്ട് സഭയുടെ ഒരുക്ക്. കർത്താവ് തൻ ഗംഭീര നാദ്, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേക്ക്. ലോത്തിനെ കരം പിടിച്ചതുപോലെ യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അന്തിയൂർ കോണവേ, ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ദേശമേ, ദേശമേ, ഇന്ന് രാത്രി വചനം കേൾക്കുക. യേശു വരാറായി, വാതിലുകൾ അടയാറായി. സ്തോത്രം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. കോവിഡ് അല്ല വലുത്. കോവിഡിന് ശേഷം എന്ത് വരും? ആകാശത്ത് നിന്ന് വീഴാൻ പോകുന്നു ഉൽക്ക. കോവിഡിൽ 1.5 കോടിയെ വരിച്ചോള്. ആകാശത്ത് നിന്ന് ആര് വീഴും? ഉൽക്ക വീഴാൻ കാലമായി. ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അന്ത്യദിനങ്ങളിൽ. അതിനാസ്പദമായി വായിക്കാൻ മോനെ, വെളിപ്പാട് പുസ്തകം 16:8-9 ബ്രിട്ടനിലെ ചൂട് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 2 വാക്യം കൊണ്ട് ഇന്ന് നിർത്താൻ ബാക്കി നാളെ. വെളിപ്പാട് പുസ്തകം 16:8-9 വായിക്കാം. 4-ാമത്തെ കലശം സൂര്യനിൽ ഒഴിച്ചു. ഇതാ ബ്രിട്ടനിലെ ചൂട്. ബൈബിളുള്ളവർ 1700 പേര് മരിച്ചു കഴിഞ്ഞു. 4-ാമത്തെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം, തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അതിന് അധികാരം ലഭിച്ചു. ഇന്നത്തെ ബ്രിട്ടനിലെ ചൂട് 40 ഡിഗ്രി. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി, അമേരിക്ക 40 പുഴുങ്ങുവാന്ന് എല്ലാം കൂടെ കടന്ന്. എന്താ 2052 സയൻസ് പറഞ്ഞ അവിടെ വരുമെന്ന്. ഗ്ലോബൽ വാർമിംഗ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അതാ കഴിഞ്ഞ ദിവസം മനോരമ വന്ന വാർത്ത. 1700 പേർ ചൂട് കൊണ്ട് ബ്രിട്ടനിൽ മരിച്ചു. ഓൺലൈനിൽ. കാര്യം ശരിയായില്ലയോ? സഭ എടുക്കപ്പെടുന്നതിനെ പറ്റി ന്യായവിധി. നമ്മളിതൊന്നും വായിക്കത്തില്ലല്ലോ. നമ്മൾ ദിലീപിന്റെ ഫോണും നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ബ്രിട്ടനിൽ 1700 പേർ മരണപ്പെട്ടു. എന്താ സൂര്യൻ? സൂര്യന് 3 ഘടകമുണ്ട്. സയൻസ് മനസ്സിലായിക്കോണം. ഒരു തേങ്ങയ്ക്ക് 3 ഘടകമുണ്ട്. ഒന്നേ തുകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ. അതിനകത്ത് ഹൈഡ്രജൻ 1 മിനിറ്റിൽ 40 ടൺ കത്തുന്നു. ഈ 40 ടൺ കത്ത് ഹൈഡ്രജനായി ഹീലിയമായി മാറി അപ്പോഴായി ഭൂമിക്ക് പിടികിട്ടാതെ വരുന്ന പാണ്ടിലോറി അമരവിള ചെക്ക് പോസ്റ്റ് കുലുങ്ങുന്നത് ആ ഭൂകമ്പ്. അങ്ങനെയെങ്കിൽ സൂര്യന്റെ ചൂട് ഡയറക്റ്റ് മനുഷ്യനിൽ വരത്തില്ല. 7 തട്ടുകൾ ആകാശത്തിനുണ്ട്. എന്താ ആകാശത്തിന്റെ തട്ട്? 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടല്ലേ പണ്ട് പേയാടും വിളപ്പിൽശാല അപ്പച്ചന്മാർക്ക് ഈ സയൻസ് അറിയായിരുന്നു. എങ്കിലും അവർ പാടിയില്ലയോ? ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട്. ശരിയായില്ല അച്ചായ, കൈ ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ആകാശത്തിലെ 2-ാമത്തെ തട്ട സഹോദരങ്ങളെ ഓസോൺ. പിന്നെ പള്ളിക്കൂടത്തിൽ പോകുന്ന കുഞ്ഞിന് കൊട പിടിക്കുന്ന പോലെ സ്വർഗം വെച്ചതാ ഓസോൺ. ആ ലെയർ കീറി അനിൽ പാസ്റ്ററെ. അതുകൊണ്ടാണ് ഇന്ന് അതിശൈത്യമടിക്കുന്നത്. പണ്ട് ഈ അമേരിക്കയിൽ പോകുന്നവൻ 4 ബ്ലാങ്കറ്റ് സോക്സുമാണ് കൊണ്ടുപോകുന്നത്. സ്വോത്രം. ബ്രിട്ടനിൽ പോകുമ്പോൾ അമ്മച്ചി പറയും 2 ബ്ലാങ്കറ്റ് എടുത്തു മൂടി പതച്ച് കിടന്നു. സ്വോത്രം. ഇപ്പൊ ബ്ലാങ്കറ്റും വേണ്ട, സോക്സും വേണ്ട, 8 നേരം കുളിച്ചോണ്ടിരിക്കുക. 42 ചൂട്. സ്വോത്രം. വെളിപ്പാട് 16:8-9 സൂര്യനിൽ നിന്ന് കലശം ഒഴിച്ചു തുടങ്ങി. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോയെങ്കിൽ ഇന്ന് രാത്രി അന്തിയൂർക്കോണം പറയണം, ഇത് ദുഷ്കാലമാകയാൽ. കടവാതൊക്കെ ഇരിക്കുന്ന വല്യപ്പച്ചന്മാര് പറയത്തില്ലയോ, എടാ കൊച്ചുമോനെ നല്ല കാലമൊക്കെ പോയി, നല്ല കാലമൊക്കെ പോയി. സന്തോഷമില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. സ്വതന്ത്രം. പ്രായം തന്നെ അച്ചായന്മാർക്ക് സന്തോഷമില്ല. പണ്ട് നമ്മളിവിടെ മണലി മൂങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ ചായക്കട ഇരിക്കുന്ന അച്ചായന്മാർ പറഞ്ഞില്ലോ, ചേട്ടാ നല്ല കാലമൊക്കെ പോയടാ, നല്ല കാലമൊക്കെ പോയടാ, ഇത് താൻ കലികാലം. സ്വോത്രം. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോയി. അന്ത്യദിനങ്ങൾ. ഇതാ ഇന്ന് ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലും അമേരിക്കയിലും ചൂട് കൂടിയെന്ന് പത്രവാർത്ത വായിച്ച് ആരുണ്ട്? കൈ ഉയർത്തിയാട്ട്. 1700 പേർ മരിച്ചു. അന്ത്യദിനങ്ങൾ. ബൈബിൾ ക്ലിയർ ആയില്ലേ?
സമയം അടുത്തിരിക്കുന്നു. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി ആകാശത്ത് നിന്ന് എന്തോ വീഴും? ഉൽക്ക വീഴും. ബൈബിളിനകത്തുണ്ടോ? എന്താ ഉൽക്ക? ആകാശത്തിനകത്ത് മിൽക്കി വേ ഗാലക്സിക്കകത്ത് 2 ഗാലക്സികളാണ്. 1 മിൽക്കി വേ ഗാലക്സി, 2 ആകാശത്തിനകത്ത് പാറയുണ്ട്. അതിൻ്റെ പേരാ സോംപൂറ ഗാലക്സി. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെയുള്ള പാറ ആകാശത്തിനകത്ത് കിടപ്പുണ്ട്. നമ്പർ 1 മിൽക്കി വേ ഗാലക്സി, അതിനകത്താ ഗ്രഹങ്ങൾ. നമ്പർ 2 സോംപൂറ ഗാലക്സി, അതിനകത്തായി പാറ. സഭയെടുക്കപ്പെട്ടാൽ പാറ വീഴുമോ? ഇപ്പൊ തന്നെ ഉൽക്ക വീണ് തുടങ്ങി. വായിക്കാം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 8 വേർഡ്സ് 10 and 11. വെളിപ്പാട് 8-10-11 വായിക്കാം. മൂന്നാമത്തെ ദൂതനൂതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴുവോന്ന് അമ്മമ്മേ, മൈഡിയർ കുട്ടിച്ചാത്തല്ല, നക്ഷത്രമല്ല. ആകാശത്ത് നിന്ന് നക്ഷത്രം വീണു. ദൈവം എത്ര നല്ലവനാന്നറിയാമോ? നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ? ഇന്നത്തെ പെരുമഴ കണ്ടപ്പോൾ ലോകം വിചാരിച്ചു ഇവിടെ കൺവെൻഷൻ നടക്കത്തില്ലെന്ന്. അനിൽകുമാർ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു 6 മണിക്ക് ശേഷം മഴ കാണത്തില്ലെന്ന് പറഞ്ഞു. സ്വോത്രം. എനിക്കറിയാം എത്രയോ സ്ഥലങ്ങളിൽ ഷൈൻ വിട്ടിരിപ്പുണ്ട്. പൂഞ്ഞാങ്കോട് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു പെരുമഴ പെയ്യുമെന്ന് ജൂൺ മാസത്തിൽ. ഞാൻ പറഞ്ഞു രാത്രിക്ക് ശേഷം മഴ പെയ്യത്തോളെന്ന് പറയും. കർത്താവ് എത്ര വിശ്വസന. ഇന്ന് അതുകൊണ്ട് പാട്ടുപുസ്തകം വീശണ്ടല്ലോ. സ്വോത്രം. 12 മണി വരുന്നാലും അമ്മാമ്മയ്ക്ക് ഇരുന്നോട്. അല്ലാത്ത സ്ഥലത്ത് ഷീറ്റിന്റെ കീഴിൽ ഇരുന്ന പാട്ടുപുസ്തകം വീശത്തില്ലേ? സ്വോത്രം. ഇന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് എയർ കണ്ടീഷൻ ആക്കിയില്ലേ? 24 ഡിഗ്രി സെന്റിഗ്രേഡ്. വചനം കേക്ക്. 6-ാം മുദ്ര പൊട്ടിച്ച വെളിപ്പാട് 6:12-13 എടുത്തു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യ. അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. സന്തോഷം ഇല്ലല്ലോ? ആകാശത്തിൽ നിന്ന് നക്ഷത്രം വീഴും. ഏതാ? മൂങ്ങോട്ട ചിന്നമാമ നാട്ടുമാങ്ങ കുലുക്കുന്നത് പോലെ. അതുപോലെ വീഴാൻ പോവും ആകാശപ്പാറ. മൂന്നാമത്തെ ദൂതനൂതി. കണ്ടോ? സംശയമുണ്ട്? ഇന്ന് തെളിവ് തരാൻ നാളെ തന്നാൽ മതി. കൊണ്ടുപോ, ആർക്കും വേണേ കൊണ്ടോ. പ്രപഞ്ചം ചുട്ടുപഴുത്ത ഗോളമാകും. ഏതാ? വീട്ടിൽ ചിന്നമാമ അവലോസം ഉണ്ടോ ഉണ്ടാക്കുന്ന പോലെ ഈ പ്രപഞ്ചം തീരാൻ പോവുമെന്ന്. 42 ഡിഗ്രിയാ സ്വോത്രം ദൈവം വെച്ചത്. പക്ഷേ ഇന്ന് അടിക്കാൻ പോകുന്നു. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. നല്ലോണം എടുത്താട്ട് മോനെ. അടുത്തത് വരാൻ പോവുക. മങ്കി പോക്സ് ഒന്നുമല്ല. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. അത് മാത്രമല്ല, റഷ്യക്ക് മീതെ പൊട്ടിച്ചിതറിയ ബോംബ്. മനുഷ്യൻ പേടിക്കുന്നു. ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തിയാ ഉൽക്ക കിടക്കുന്നതെന്ന്. സ്വോത്രം. വീഴാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. കണ്ടോ? അങ്ങനെയെങ്കിൽ അത് വീഴും ആകാശത്ത് നിന്ന്. ഇടയ്ക്കിടയ്ക്ക് തീഗോളം കാണുന്നത് ഉൽക്കയാ. അത് കത്തി വീണ് കഴിഞ്ഞാൽ എവിടെയൊക്കെ വീഴും? മൂങ്ങോടുകാർ കേൾക്കട്ടെ, അന്തിയൂർക്കോണംകാർ കേൾക്കട്ടെ. വെളിപ്പാട് 8-10-11 വായിച്ചാട്ട് മോനെ. മൂന്നാമത്തെ ദൂതനൂതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം. വായിച്ചാട്ടെ. വായിച്ചോ 8-10-11 വായിച്ചോ. മൂന്നാമത്തെ ദൂതനൂതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 3-1 നീരുറവകൾ മേലും ആയിരുന്നു വീണത്. കരമനയാറി വീണു, കിള്ളിയാറി വീണു, നെയ്യാറിൽ വീണു. സ്വോത്രം. നീരുറവ, കിണറ്. ഇനി മലയാളം പലയിടത്തും ഞാൻ ഇത് പ്രസംഗിച്ചാലും ആൾക്കാർ സമ്മതിക്കത്തില്ല. നെയ്യാർ ഒഴുകി വരുന്ന എവിടുന്നാ? നിരപ്പുകാല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പൂരി. അതിനകത്ത് അഗസ്ത്യാർ മലയിൽ ഒരു ഉൽക്ക വീണാ മതി. സ്വോത്രം. അതിനകത്ത് മൊത്തം കലരുവന്ന് ഉൽക്കയില ഫ്ലൂറൈഡ്. 2 ഇവിടെ ഒരു സ്ഥലമുണ്ട് അരുവിക്കര. നെടുമങ്ങാടിന് ഇപ്പുറത്ത് വരുന്ന അരുവിക്കരയിൽ ആ സകല വെള്ളവും വന്ന് പമ്പ് ചെയ്തിട്ടാണ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരുന്നത്. പാളയം, കേശവദാസപുരം, പട്ടംനാലാഞ്ചിറ, മണ്ണന്തല, ഭോഗമൂട്, ശ്രീകാര്യം. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നവരാ. സ്വോത്രം. മനോരമയെ കാണത്തില്ല. രാവിലെ കാണത്തില്ല. ഇന്ന് അരുവിക്കര പമ്പിങ് ഇല്ല. 3 മണിക്കൂർ സിറ്റിയിൽ വെള്ളം മുടങ്ങുമെന്ന്. സ്വോത്രം. നമ്മളിത് വായിക്കത്തില്ല. അവരാച്ച അന്നാമായി അടിച്ചുകൊണ്ട് പോയതാ വായിക്കുന്നത്. സ്വോത്രം. ഇവിടെ ലോകം തീരാറായി. സ്വോത്രം. കണ്ടോ? അരുവിക്കര ഡാമിനകത്ത് ഒരു ഉൽക്ക വീണാൽ ഈ വരുന്ന വഴിയെല്ലാം വെള്ളം. തീർന്നില്ല. ഇവിടെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മുക്കുന്നിമല, അതുപോലെ തന്നെ പെരിങ്കടവള, ആലത്തൂർ, അവിടെ പാറക്കോറി പാറ പൊട്ടിക്കുമ്പോൾ വലിയ ചീളും ചെറിയ ചീളും. കണ്ടിട്ടുള്ളവർക്കായി സ്വോത്രം. ആ ചെറിയ ചീള് പോലെ ചിലത് കിണറ്റി വീഴും. അന്നേരം ആ കാട്ടാക്കടയിലെ ചില കിണറൊക്കെ ഇടിഞ്ഞ് താഴുമ്പോൾ ഉടനെ ചിന്നമ്മ സിസ്റ്റർ പറയും തൊടിയും പോയി കിഴങ്ങും പോയി. ഇച്ചിരി കഴിയുമ്പോൾ ഒരു വെള്ളം, കലക്കവെള്ളം. ഇതെല്ലാം സ്വോത്രം. അതിൻ്റെ ഇടയിൽ ആ മുക്കുന്നിമല ഖനനത്തിനൊക്കെ സഖാവ് VS ഒക്കെ ഇറങ്ങിയത് പാറയുടെ. അതുപോലെ ആകാശത്ത് നിന്ന് ഉൽക്ക വീണാൽ അതെവിടെ വീഴും? ചിന്നമ്മാമ്മയുടെ കിണറ്റിലും വീഴും. എവിടെ വീഴും? കരമനയാറിലും വീഴും, കിള്ളിയാറിലും വീഴും. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് എവിടെ വീഴും? ഇവിടെ അരുവിക്കര ഡാമിലും വീഴും. അന്നത്തെ അവസ്ഥ എന്തുവാ? വായിക്കാൻ മക്കളെ. കോവിഡ് അല്ല വലുത്. സ്വോത്രം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ.
വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. അച്ചായ അടുത്ത വാക്ക്. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കോവിഡ് അല്ല വരാൻ പോന്ന മോനെ, വെള്ളം കയ്പായതിനാൽ വെള്ളം കുടിച്ചു മനുഷ്യരിൽ പലരും മരിക്കാൻ പോകുന്നു. സ്വോത്രം. ഇതിന്റെ പേരാ ജലദുരന്തം. ഇവിടെ വരാൻ പോകുന്നു. എന്താ സംഭവം? സ്വോത്രം. ഇതെവിടെ? ഉൾക്കകത്തൊരു സാധനമുണ്ട്, സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഫ്ലൂറൈഡ്. ആ ഫ്ലൂറൈഡ് ഈ വെള്ളത്തിനകത്ത് വീണാൽ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. അന്ത്യദിനങ്ങൾ. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. തിരുവനന്തപുരം ജില്ലയിൽ കോവളം, പൂവാർ, അത് കഴിഞ്ഞ് ശംഖുമുഖം, പുല്ലുവിള, മത്സ്യം, മീൻ കൂട്ടത്തോടെ കരയിൽ ചത്ത് കിടക്കുന്നെന്ന് പത്രവാർത്ത കണ്ട് എത്ര പേരുണ്ട്? സ്വോത്രം. കൈയൊന്ന് ഉയർത്തിയായിട്ട് മത്സ്യം കടൽ തീരത്ത് ചത്ത് കിടക്കുന്നു. അതിന് വിവരമില്ലാത്ത മനോരമക്കാരൻ എഴുതി, ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അവൻ എഴുതിയ സ്രാവിൻ്റെ വായിലെ കറയിറങ്ങിയ മത്സ്യം ചത്തെന്ന്. സ്വോത്രം. അവൻ അവാർഡ് ഉടനെ കൊടുക്കാം. സ്വോത്രം. എത്ര നല്ല എഴുത്തുകാരൻ. സ്രാവിൻ്റെ വായിലെ കറയല്ല, ആകാശത്ത് നിന്ന് രാത്രി കടലിനകത്ത് വീണ ഉൽക്കയ്ക്കകത്ത് ഫ്ലൂറൈഡ്, സമുദ്രത്തിലെ വെള്ളം സോഡിയം ക്ലോറൈഡ്. സയൻസ് പറഞ്ഞുതരാം. ഇത് മിക്സ് ആകുമ്പോൾ ഒരു ലായനിയാവും. മീനിൻ്റെ വായ ചെകിള ഇവിടെ ഇരിക്കുന്നത്. അവിടെ കയറുമ്പോൾ മീന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പല്ലി വാലി മുറിച്ചിട്ട് ഓടുന്നത് പോലെ അത് കടൽ വെള്ളത്തിൽ നിന്ന് കരയിൽ ഓടി വന്ന് ചത്ത് കിടക്കുന്നത്. പൂവാറ്, ശംഖുമുഖത്ത് ഹല്ലേലൂയ കണ്ടു കിടക്കുന്നത്. ഇന്ന് രാത്രി വാർത്ത കണ്ട തിരുവനന്തപുരത്തെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്ന. സീനായി ഗോസ്പൽ ചർച്ച്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രി നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളുക. പട്ടണത്തിൽ ഞങ്ങളെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുക. ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമ യേശുവിന്റെ നാമം. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ വാതിൽക്കൽ നിന്ന് ഇന്ന് രാത്രി മുട്ടുന്നു. അവന്റെ ശബ്ദം കേട്ട് ചർച്ചിനകത്ത് കയറാനല്ലോ. നിന്റെ ഹൃദയം ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി കൊടുത്താൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാദിവസം. മക്കളെ, വെള്ളത്തിനകത്ത് ഇത് കുടിച്ചാച്ചായ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചവർ മരിച്ചു. ഇന്ന് രാത്രി ഞാൻ പ്രവചനത്തിൽ പറയുക, 2/3 ജനസംഖ്യ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ വെള്ളം കുടിച്ച് മരിച്ചു. സ്വോത്രം. കിണറ്റിനകത്ത് ഈ വെള്ളം, നെയ്യാറിനകത്ത് നിന്ന് ബ്രാലുമോട് വഴി നെയ്യാറ്റിൻകര ഓടുന്ന സകലം കൊള്ളു അരുവിക്കര നീ വെള്ളം കുടിക്കും. എന്നാൽ ഇന്ന് രാത്രി ഈ വെള്ളം പരിചയപ്പെടുത്തുന്നതിനപ്പുറം ഞങ്ങൾ മറ്റൊരു വെള്ളത്തെ പരിചയപ്പെടുത്താം. ആരാ? ശമരിയാക്കാരി സ്ത്രീ. സ്വോത്രം. യോഹന്നാന്റെ സുവിശേഷം, ഈ സുവിശേഷങ്ങളിൽ 37 അത്ഭുതങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ കാണിക്കുന്ന ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തു ഒരു യാത്ര പോയി കാട്ടാക്കട. സാധാരണ പേയാട് മലയങ്കീഴ് വഴിയാ പോയത്, പക്ഷേ ഇപ്രാവശ്യം വിളപ്പിൽശാല വഴി പോയി. അതാ യാക്കോബിന്റെ കിണർ. സന്തോഷമില്ലല്ലോ. അവിടെ ഒരു അമ്മാമ ഉണ്ടായിരുന്നു. സ്വോത്രം. അമ്മാമയുടെ പേരാ ശമരിയാക്കാരി അമ്മാമ. തിരുവനന്തപുരത്ത് അമ്മാമയുടെ കണക്കാ. ഞങ്ങളുടെ പാസ്റ്റർമാർ മൊത്തം ഈ അമ്മാമ അങ്ങ് വെടക്കാക്കി. സ്വോത്രം. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എൻ്റെ മക്കളെ, അവർക്ക് 5 ഭർത്താക്കന്മാരില്ല, അവർക്ക് 5 ഭർത്താക്കന്മാരും ഇല്ല. കുഴപ്പം ഇത്, അവരെല്ലായിടത്തും ഇങ്ങനെ വള്ളത്തെ മാറി മാറി ചവിട്ടും. ഇന്ന് തിരുവനന്തപുരം, നാളെ കൊട്ടാരക്കര, അടുത്ത ദിവസം പുത്തരിക്കണ്ട്. ഇങ്ങനെ 5 മലയിൽ പൊക്കോണ്ടിരുന്നു. രാവിലെ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആദൂത്. 10:30 വീണ്ടും ചാടാൻ പോകും. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ. ഇങ്ങനെ ചാടി അമ്മാമയായിരുന്നു ശമരിയാക്കാരി അമ്മാവ്. പക്ഷേ പാരമ്പര്യം വിടത്തില്ല. അപ്പച്ചനാ പള്ളിയുടെ കഴുക്കോല് കൊടുത്തത്, അതുകൊണ്ട് അവൾ യാക്കോബിന്റെ കിണറിന്റെ അവിടെ നിൽക്കുക. സ്വോത്രം. ഉച്ച സമയത്തപ്പോൾ തമ്പുരാൻ അതുവഴി വന്നു. എവളെ എങ്ങനെങ്കിലും കരങ്ങളിൽ ബൈബിൾ കൊടുക്കണം. ഒരു വാഗ്വാദമുണ്ടായി. ശമരിയക്കാരൻ യഹൂദൻ. അപ്പോൾ അവൾക്കുള്ള പനി കണ്ടിട്ട് തമ്പുരാൻ പാരാസെറ്റമോൾ കൊടുത്ത് ഏറ്റില്ല. അവസാനം കർത്താവ് വിചാരിച്ചു, ഒന്നീ അവളുടെ തൊട്ടി ഇന്നത്തെ പാരമ്പര്യം പോണം. ഒരു MRI അവൾക്കുള്ള നെഞ്ചത്തോട്ട് അടിച്ചു കൊടുത്തപ്പോൾ ലൂണാറിന്റെ ചെരുപ്പും പോയി, തൊട്ടിയും പോയി. സ്വോത്രം. എൻ്റെ കർത്താവ് പറഞ്ഞു, കുഞ്ഞ്, നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ ഉച്ചയ്ക്കും കടന്ന് കുടിക്കുക. ഞാനൊരു വെള്ളം തന്നാൽ. സന്തോഷമില്ലല്ലോ? കരം ഉയർത്തിയാട്ട്. ഇന്ന് രാത്രി ഉൽക്ക ഇവിടെ സമുദ്രത്തിനകത്ത് വീഴുന്നതിന് മുമ്പ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ഇന്ന് രാത്രി ജീവജല നദിയുടെ ഉറവ പോലെ അട്ടകാ രഗത ഭൗഡ രീക ശംദ രാജ അരുവിക്കര ഡാമിനകത്തും നെയ്യാറിനകത്ത് ഈ ഉൽക്ക വീഴുന്നതിന് മുമ്പ് ജീവജല നദിയുടെ അഭിഷേകമുള്ളവനൊരു പ്രത്യാശയുണ്ട്. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? മേയാൻ വിട്ട ആടുകൾക്ക് വേണ്ടി ഉടയവൻ
മേയ്ക്കുന്നവൻ വൈകിട്ട് ചെന്നിട്ട് എൻ്റെ ആട് എന്ന് വിളിക്കുമ്പോൾ ആടുകൾ കയറി വരുന്നത് പോലെ അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അവന്റെ വചനത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ, അവനെ കണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്നത്തെ സംഭവങ്ങൾ ബൈബിളുമായി പ്രസംഗിക്കുന്നത്. അടുത്ത കേരളം നേരിടാൻ പോകുന്ന സംഭവം ഇന്നത്തെ ശ്രീലങ്ക. അതിൻ്റെ പേരാ GST അല്ലെങ്കിൽ വാറ്റ്. വായിക്കാം വെളിപ്പാട് പുസ്തകം 3 വാക്യം കൂടെ വായിച്ച് ഇന്ന് അവസാനിപ്പിക്കാൻ സമയം പോയിട്ടില്ല. ആരും മതിലിയാടൻ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കാം കുഞ്ഞ്. വെളിപ്പാട് 6-5-6. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. കറുത്ത കുതിര ക്ഷാമം. അടുത്ത വാക്ക്, അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. കരം. കരം, കൈ അവിടെ നിർത്തിക്കോണം. എന്തായി തുലാസ്? ഇതിൻ്റെ പേരാ ബാർകോഡ്. ദാ കിടക്കുന്ന ഈ പേനയുടെ വില എനിക്കറിയത്തില്ല. ഇതായിരിക്കുന്നു യൂണിബാൾ. ഞാനും എൻ്റെ സഹോദരൻ അനിൽകുമാറൂടെ പേയാട് പോയി. അപ്പോൾ ഈ പേനയുടെ വില കമ്പ്യൂട്ടറിൽ കാണിച്ചപ്പം വില കമ്പ്യൂട്ടർ പറഞ്ഞില്ലേ 22 രൂപ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതിൻ്റെ പേരാ സകല സാധനങ്ങളും തുലാസ്. കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും. സന്തോഷമില്ലല്ലോ. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് GST കൊണ്ടുവന്നില്ല 5%. സഹോദരന്മാരെ കരം ഉയരുന്നില്ലല്ലോ, സ്വോത്രം. പാലിനും തൈരിനും വില കൂട്ടി. ആരാ വില കൂട്ടിയത്? കമ്പനിയല്ല വില കൂട്ടിയത്, കമ്പ്യൂട്ടർ വില കൂട്ടി. സ്വോത്രം. പേയാടിരുന്ന സാധനത്തിന് ഒറ്റ ദിവസം കൊണ്ട് 5% വിലക്കയറ്റം. അതിൻ്റെ പേരാ മുദ്ര. വാങ്ങുവാനും വിൽക്കുവാനും മുദ്ര. അറിയാമോ, നമ്മുടെ വീണ ജോർജ് സാറേ ഇവിടെ കോവിഡ് 37,000 വന്നു. ആ സമയത്ത് ഇതെല്ലാം ഞാൻ കാട്ടാക്കടയൊക്കെ ഓടി നടന്ന് പ്രസംഗിച്ച. കോവിഡ് 37,000 വന്നപ്പോൾ വീണ ജോർജ് സാറ് പറഞ്ഞെന്തോ 2 ഡോസ് വാക്സിൻ എടുത്തവർക്കേ മാർക്കറ്റിൽ കയറാൻ പറ്റൂ. സ്വോത്രം. ബാങ്കിൽ കയറാം. അപ്പോൾ സഖാവ് പിണറായിയുടെ അടുത്ത് ആര് പറഞ്ഞു? പിണറായിയുടെ ബലത്തിരിക്കുന്നത് കടകംപള്ളി, ആനാവൂര്, ശുഭംകുട്ടിയൊന്നുമല്ല. അവരൊക്കെ മാറിയിരിക്കണം. സ്വോത്രം. ബ്രിട്ടാസാ കൂടിയിരിക്കുന്നത്. ബ്രിട്ടാസ് പറഞ്ഞു, സാറേ ഇത് ജനത്തിനോടും കോടതിയോടുമുള്ള കൈവിധിയാ. ആ സമയത്ത് പിണറായി സഖാവ് 2-ാം ദിവസം 48 മണിക്കൂർ പറഞ്ഞു, ഏത് കടയിൽ പോകുന്നതിനും സ്വോത്രം ഇത് വാക്സിൻ ഒന്നും വേണ്ട, ചൂട് നോക്കി കയറാൻ. അങ്ങനെയെങ്കിൽ ഇനി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സകലതും ഒരു കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്നത്. ഇന്ന് രാത്രി കർത്തൃദാസൻ വായിച്ചത് അതിൻ്റെ പേരാ ഇന്നത്തെ GST, ഗുഡ് സർവീസ് ടാക്സ്. കണ്ടില്ലേ 5%. ഉടനെ കടയിൽ വന്ന എല്ലാവരും പഴയ സാധനം എടുത്ത് പുതിയ സ്റ്റിക്കർ അടിച്ചോ പാസ്റ്റർ? ഇല്ല. ആ സാധനത്തിന് മാറനല്ലൂരിൽ നിറങ്ങുന്ന പാലിൻ്റെ പാക്കറ്റ് അത് തന്നെ, പക്ഷെ കമ്പ്യൂട്ടർ വില മാറ്റി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. നിങ്ങളോട് പറയുക, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ക്ഷാമമാ വരാൻ പോകുന്നത്. അതിൻ്റെ പേര് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് GST 5%. കൗണ്ടറിലിരുന്ന സകല ഭക്ഷണ സാധനങ്ങൾക്ക് സിമെൻറ്റും കമ്പിയും കട്ട അതിനകത്ത് വരുന്ന ചാക്കിനകത്ത് ബാർകോഡ് വെച്ച് വില നിശ്ചയിച്ചെങ്കിൽ ഇതിൻ്റെ പേര് 1 Wayman സ്കെയിൽ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ATM-ഉം കമ്പ്യൂട്ടറും വഴി ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. അതിൻ്റെ പേരായി വിലക്കയറ്റം. അടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ പാക്കറ്റിനകത്ത് വരും. സ്വോത്രം. അടുത്ത വാക്ക് വായിച്ചാൽ ഒരു പണത്തിന് ഒരിടങ്ങാഴി ഗോതമ്പ്. കിടക്കുന്ന ഇന്നത്തെ ശ്രീലങ്കയിൽ 1 കിലോയ്ക്ക് 483 രൂപ അരി. ഒരു പാക്കറ്റിനകത്ത് അരി. പാൽ ഒരെണ്ണത്തിന് 281 രൂപ. അപ്പോൾ 1 പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. അടുത്തത് 1 പണത്തിന് 3 അടങ്ങാഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത്. എണ്ണയും വീഞ്ഞും എന്തുവാ? എണ്ണയും വീഞ്ഞും കേട്ടോണോ? എണ്ണ, ക്രൂഡ് ഓയിൽ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ക്രൂഡ് ഓയിൽ. സ്വോത്രം. അത് ഒരു കാരണവശാലും കേടുവരുത്തത്തില്ല. 2 വീഞ്ഞ്. വീഞ്ഞ് എന്താണെന്നറിയാമോ? പഴയ നിയമം പുതിയ നിയമം മരുന്നിനാ വീഞ്ഞെന്ന് പറയുന്നത്. സ്വോത്രം. മരുന്നിൻ്റെ വില കൂടിയതായിട്ട് എത്ര പേർക്കറിയാം? കൈ ഉയരുന്നില്ലല്ലോ. കൈ ഉയർത്തിയിട്ട് കോവിഡ് കാലത്തിന് മുമ്പ് മേടിച്ച വിലയാണോ ഇന്ന് മരുന്നിൻ്റെ വില? പെട്രോളിൻ്റെ വില എത്രയായി? സ്വോത്രം. ഡീസലിൻ്റെ വില എത്രയായി? ഇതെല്ലാം കമ്പ്യൂട്ടർ നിശ്ചയിക്കും. രാത്രി 11:30 നമ്മുടെ പുരുഷോത്തമൻ ചേട്ടൻ പേയാട് നോക്കുമ്പോൾ ഇന്ന് രാവിലെ 98 ഡീസൽ, 12 മണിക്ക് വില, നാളെ മുതൽ 102 രൂപ. സ്വോത്രം. രാവിലെ പെട്രോൾ പമ്പിൽ ചെന്ന് പെങ്കൊച്ചിനോട് ചോദിക്കും, സുഷമേ നീ ഇന്നലെ 98 അടിച്ചിട്ട് ഇന്ന് 102 അടിക്കുന്നത്? ഉടനെ സുഷമ പറയും, ചേട്ടാ അകത്തോട്ട് ഇന്ന് കമ്പ്യൂട്ടറിൽ നോക്ക്, ഡൽഹി ഇരുന്ന് വില നിയന്ത്രിച്ചെന്ന്. സന്തോഷമില്ലല്ലോ. ലോകം ഒരുവന്റെ കയ്യിൽ. സ്വോത്രം. ഇതിൻ്റെ പേര് ഒരു കമ്പ്യൂട്ടർ വഴി ഇന്ത്യയുടെ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ പെട്രോളിൻ്റെ വില കമ്പ്യൂട്ടർ നിയന്ത്രിച്ചെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മുഴുവൻ ഒരു തുലാസിനകത്ത് പാലിൻ്റെയും തൈരിൻ്റെയും വില കൂട്ടിയതുപോലെ അന്ത്യകാലത്ത് വിലക്കയറ്റം വരുവാൻ പോകുന്നു. സാധനങ്ങൾ മുഴുവൻ പാക്കറ്റിനകത്താക്കാൻ പോകുന്നു. 1 പണത്തിന് ഒരിടങ്ങഴി യവം, 1 പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും ഇവിടെ എന്ത് നടന്നാലും പെട്രോളും കിട്ടും, ഡീസലും കിട്ടും.
ഇതില്ലാതെ രക്ഷയുണ്ടോ? പെട്രോളിൻ്റെ വില എത്ര? കേരളത്തിലെ പെട്രോളിൻ്റെ വില 44 രൂപയുള്ളൂ. ബാക്കി നമ്മുടെ തലയിലടിക്കുന്ന ടാക്സാണ്. ഡീസലിൻ്റെ വില എത്ര? 36 രൂപയുള്ളൂ. അതിനകത്ത് 90 രൂപ കൊടുക്കുന്നത്. ഇത് സർക്കാർ കൊണ്ടുവരാതിരിക്കുമോ? നമ്മളെ ഊറ്റിയിട്ടല്ല അവർക്ക് രക്ഷയുള്ളൂ. സ്വോത്രം. അത് കഴിഞ്ഞ് മരുന്ന്, പണ്ടത്തെ മരുന്നാണോ? ഇപ്പം മരുന്നിൻ്റെ ബില്ല് മേടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കാണത്തില്ലയോ SGST CGST, കരമുയർത്തിയാട്ട് സപ്ലൈ. സഹോദരന്മാരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നില്ലല്ലോ. സ്വോത്രം. ഉഷാറായിട്ടിരിക്കും. സ്വോത്രം. കണ്ടോ? അതിൻ്റെ അടി 2 GST. നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ നമ്മൾ അധ്വാനിച്ചത് അവൻ മോട്ടിച്ചോണ്ട് പോവുക. അതുകൊണ്ടാണ് എണ്ണയ്ക്കും വീഞ്ഞിനും പാസ്റ്റർമാരെ എത്ര ക്ലിയറാ. ക്രൂഡ് ഓയിലിനും മരുന്നിനും ഒരു കാരണവശാലും പഞ്ഞം വരത്തില്ല. നമ്മളെ ഊറ്റുന്ന ടാക്സ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത്. ഇന്ന് രാത്രി 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിര, അവൻ്റെ കയ്യിൽ ഒരു തുലാസ്, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടില്ല. പെട്രോള്, ക്രൂഡ് ഓയിൽ, ഇതിനൊന്നും ഒരു വിഷയമല്ല. വില അവന് ടാക്സ്. 2 മരുന്ന് വില കൂടിക്കൊണ്ടിരിക്കുക. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പെട്രോൾ എന്തുവാ, ഡീസൽ എന്തുവാ, കമ്പ്യൂട്ടർ എന്തുവാ, GST എന്തുവാ, വാറ്റ് എന്തുവാ, സ്റ്റിക്കർ എന്തെന്നറിയാതെ പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് ഒരുവൻ കടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എഴുതി കൊടുത്ത പ്രവചനമാ. കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി സാറ് സെൻട്രൽ ഗവൺമെന്റ് 5% GST കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി പറയണ യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? അവന്റെ ആത്മാവല്ലോ ഇതെഴുതിയത്. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ പുസ്തകം എടുത്തവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്വോത്രം. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത് 2 കാര്യം കൊണ്ട് പറഞ്ഞു നിർത്താം. നീ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്ത് തിന്നാനും കഴിക്കാനും കിട്ടും. സമയം അടുത്ത് വരുന്നു. വായിക്കാം. യെസക്കേൽ പ്രവചനം 4:10-11. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അന്ത്യദിനങ്ങൾ എന്ത് തിന്നാനും കുടിക്കാനും കിട്ടും. വായിക്കാം കുഞ്ഞ്. യെസക്കേൽ 4:10-11 വാക്യങ്ങൾ. നീ ഭക്ഷിക്കുന്ന ആഹാരം, ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമുള്ളതായിരിക്കണം. 20 ശേക്കൽ. ഇതിന്റെ പേരാ 200 ഗ്രാം. അതിന്റെ അർത്ഥം ചപ്പാത്തി സഹിതം ഖബറിനകത്ത് വരും. സന്തോഷമില്ലല്ലോ. കവർ ചപ്പാത്തി അല്ലേ ഇപ്പൊ വരുന്നത്? എത്ര ചപ്പാത്തി ഉണ്ട്? 10 കൂടുതലോ ഏതെങ്കിലും കവറിലുണ്ടോ? ഇല്ല. സ്വോത്രം. നാം 2, നമുക്ക് 2, അപ്പൻ അമ്മ 2, 4, 2 കുഞ്ഞുങ്ങൾ, കുളന്ത 2 ഇരിക്കുന്നത് 8, വല്യപ്പൻ വല്യമ്മ മൂല കിടക്കുന്നത്. അവർക്ക് ജീവിക്കാൻ ഓരോന്ന്. എത്ര ക്ലിയർ. ഞാൻ തമിഴ്നാട്ടിൽ പോയി ചപ്പാത്തി മേടിച്ചു. നോർത്ത് ഇന്ത്യ കൺവെൻഷൻ പോയി, അവിടുന്നും കിട്ടി ചപ്പാത്തി. എവിടെ ചെന്നിട്ടും ജോയി 10 കൂടുതലില്ല. അപ്പോഴേ എനിക്ക് പിടി കിട്ടി തീരാറായിരുന്നു. സ്വോത്രം. കണ്ടില്ലേ? ഏത് കവർ ചപ്പാത്തി? അർത്ഥം മുഴുവൻ അളവും അവൻ്റെ കയ്യിൽ വരും. 2, 1 ഇത് കവർ ചപ്പാത്തി. ഒരു പണത്തിന്. അടുത്ത വായിച്ചാട്ട് പാസ്റ്ററെ. അടുത്തത്. ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമുള്ളതായിരിക്കണം. ശേക്കൽ ഇസ്രായേൽ, ഇന്ത്യ 200 ഗ്രാം, അമേരിക്ക 200 ഔൺസ്, 20 ഔൺസ്. അടുത്ത വാക്ക്. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. പഴയതുപോലെ വെട്ടി തിന്നാനൊന്നും പറ്റത്തില്ല അച്ചായ. അതൊക്കെ ഇപ്പൊ വല്ലോ തിന്നോണം. അൽപകാമോ കുഴിമന്തിയോ തന്തൂരിയോ ഒക്കെ ഇപ്പൊ തിന്നോണം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒന്നും കിട്ടത്തില്ല. സ്വോത്രം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. വെള്ളവും അളവ് പ്രകാരം ഹീനൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. അരുവിക്കര ഡാമിൽ ഉൽക്ക വീണാൽ, ബാക്കി വെള്ളത്തിന്റെ കഥ നാളെ പറയാം, ഇച്ചിരി നേരത്തെ പോരെ. അത് കഴിഞ്ഞിട്ട് നെയ്യാറി വീണാൽ, ബ്രാലുമൂട്ടി വീണാൽ, അത് നിങ്ങളുടെ കിണറ്റ് വീണാൽ പിന്നെ ആ വെള്ളം വല്ലൂര് തൊടൂ. അപ്പൊ ഫിൽട്രേറ്റ് ചെയ്യും. പെനിട്രേറ്റ് ചെയ്യും. സ്വോത്രം. ആ വെള്ളം കൊണ്ടുവരും. ഇടയ്ക്ക് ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു 3-4 വർഷം. അന്നേരം മൂങ്ങോട് നമ്മുടെ പേയാട് വിളപ്പിൽശാല പഞ്ചായത്തുകാർ കൊണ്ടുവന്നില്ലേ വെള്ളം. 8 കലം കൊടുത്താൽ ചിന്നമ്മാമയ്ക്ക് 4 കലം തരും. എന്നിട്ട് പറയും ഞായറാഴ്ച കാണാം, ഗുഡ് ബൈ. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അങ്ങനെയെങ്കിൽ സ്വോത്രം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അതോറിറ്റി വെള്ളമെടുത്താൽ. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് പാസ്റ്ററേ. നീ കുടിക്കണം. അത് ഒരു ഓഹരി നീ കുടിക്കണം. 6 ഒരു ഓഹരി നീ കുടിക്കണം. വെള്ളം പാചകം ചെയ്ത് മാറ്റി വെക്കണം. കൃത്യം നേരത്തോട് നേരം നീ അത് കുടിക്കണം. അടുത്തത്. നീ അത് യവദേശം പോലെ തിന്നണം. കിടക്കുന്ന അവിടം വരെ ഒന്ന് നിർത്തിയായിട്ട് അടുത്ത ബാക്കി എടുത്തോണം. പറയാം. ഇന്ന് രാത്രി സ്വോത്രം. ഇപ്പൊ എങ്ങനെ ഈ വെള്ളം കിട്ടാതെ വന്ന ഞങ്ങളുടെയൊക്കെ കുളി എങ്ങനെ? ഞങ്ങളൊരു കുളി കുളിച്ച് പാസ്റ്റർമാർ ഒരു സ്പ്രേ ഒക്കെ അടിച്ച് നടത്ത്. നമ്മുടെ സഹോദരിമാരുടെ കുളി എത്ര? കാവ്യമാധവനെ പോലെ സുന്ദരിയാവാൻ 3 കുളി കുളിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. ദൈവം വെച്ചത് ഭൂമിക്ക് 17-40 അടിച്ചാൽ ചേച്ചിമാര് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. അപ്പൊ ഇന്നത്തെ ബ്രിട്ടനിലെ കണക്ക് ചൂട് ഞങ്ങൾക്ക് പഠിക്കും. ശരീരത്തിൽ പരുക്കൾ ബാധിക്കും. പരു വന്നു പൊട്ടി മനുഷ്യൻ മരിക്കും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. ഇനി ഈ റേഷൻ കടയുടെ പേര് മാറുക. കേരളയിലെ കുറ്റിയുടെ പേര് റേഷൻ കടയ്ക്ക് വരാൻ പോവുക. സപ്ലൈകോയിൽ നീതിയെല്ലാം പോവുക. കെ സ്റ്റോർ എന്നാക്കാൻ പോകുന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ കെ സ്റ്റോറിൽ നിന്ന് സാധനം മേടിച്ചാൽ ആദ്യത്തെ യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ പണ്ട് ഇറാഖ് ആരെ ആക്രമിച്ചു? കുവൈറ്റിനെ അടിച്ചു. ആദ്യം ബോംബിട്ടത് ഏതാ?
ഇറാഖ് കുവൈറ്റിനടിച്ചപ്പോൾ ഷേഖിന്റെ വീട്ടിലല്ല ബോംബിട്ടത്, എണ്ണക്കിണറിനകത്ത് ബോംബിട്ടു. സ്വോത്രം. ഇനി ഒരു യുദ്ധം വന്നാൽ, അവസാന രാത്രി അത് പറയാം, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യുദ്ധം വന്നാൽ എണ്ണക്കിണറിനകത്ത് ബോംബിടും. മൂന്നാം ലോകമഹായുദ്ധം ഭയങ്കരമാ. അവസാന രാത്രി പറയാം, അന്ന് മൃഗമില്ല, മനുഷ്യനില്ല, ചെടികളില്ല. സ്റ്റോറിൽ നിന്ന് എന്തോ കിട്ടും, ചപ്പാത്തി കിട്ടും, ആട്ടിയ മാവ് കിട്ടും, ഇതെല്ലാം കവറിനകത്താവും. എങ്ങനെ മനുഷ്യൻ ആഹാരം ചുട്ടു തിന്നും? വായിച്ചാട്ട് അടുത്ത ബാക്കി കൂടെ. നീ അത് യവദോഷം പോലെ തിന്നണം. അവർ കാണുക നീ മനുഷ്യ മലമായ കാഷ്ടം കത്തിച്ച് അത് ചൂടണം. കിടക്കുന്നത് ഗ്യാസ് ഒന്നും കിട്ടത്തില്ല. ഗ്യാസിന്റെ വില എത്രയായി ചിന്നമ്മാമ? സ്വോത്രം. പണ്ട് 350 രൂപ സബ്സിഡി നോക്കിക്കൊണ്ടിരുന്നതാ. ഇപ്പൊ 1100. നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വീണ്ടും 50 കൂടാൻ പോവുക. കാലിയാവുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ ബുക്ക് ചെയ്തു. സ്വോത്രം. ഇന്നലെ ക്രൂഡ് ഓയിൽ വില കൂടിയിട്ട് എനിക്കൊരു ചായ മേടിച്ചെന്നൊരു 50 കൂടെ കൂട്ടാൻ പോവുക. സ്വോത്രം. മണ്ണെണ്ണയുടെ വില എത്ര വെച്ചാൽ 104. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം അന്ത്യദിനങ്ങളാ. സ്വോത്രം. പെട്രോൾ കിട്ടത്തില്ല, ഡീസൽ കിട്ടത്തില്ല. ഇതെല്ലാം എവിടുന്ന വരുന്ന? അറബ് രാജ്യം. അറബ് രാജ്യത്തിൻ്റെ മണ്ടയ്ക്ക് ഇസ്രയേലിൻ്റെ ബോംബാ വീഴാൻ പോകുന്ന. ഞാൻ അതെല്ലാം നാളെ ഞായറാഴ്ച പറഞ്ഞു തരാം. ബുധനാഴ്ച അന്ന് ഇവിടെ എന്തോ ചെയ്യും? മരം കാണത്തില്ല. ഏതാ നോഹയുടെ കാലത്ത് സംഭവിച്ചു. മൃഗം പോയി, മരം പോയി, പ്രളയത്തിൽ എല്ലാം പോയി, വിറകും പോയി. പിന്നെ എങ്ങനെ മനുഷ്യൻ ദോശയുട്ടില്ലും? അതാ എസക്കേൽ 2600 കൊല്ലം മുമ്പ് എഴുതി. എന്താ മനുഷ്യന്റെ മലം വെയിലത്തിട്ടുണക്കിയിട്ട് അതിൻ്റെ മേളിൽ കവറ് ചപ്പാത്തി ചീനിച്ചട്ടിക്കകത്ത് വെച്ച് ദോശ ചുട്ട് തിന്നുന്ന ഒരു കാലം ഇവിടെ വരുമെങ്കിൽ ഗ്യാസിന് 1100, മണ്ണെണ്ണയ്ക്ക് 104 ആയത് കണ്ട സഹോദരങ്ങളോട് ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ പറയുന്നു, വിദൂര ഭാവിയിൽ ഇത് സംഭവിക്കുവാൻ കാലമായി. എന്നാൽ അതിവിടെ വരുന്നതിന് മുമ്പ് കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പ്രാക്കളെ പോലെ മധ്യാകാശത്തിൽ പറക്കുവാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നു? വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. ആ ദിവസം ഒരു കെണി പോലെ വരും. നിർത്താൻ പോകുന്നു. ലൂക്കോസ് 21, 34, 35, 36 വാക്യങ്ങൾ വായിച്ചേട്ട മക്കളെ. ലൂക്കോസ് 21, 34, 35, 36. ലൂക്കോസിന്റെ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, അൽഫഹാം, കുഴിമന്തി, നല്ല ജ്യൂസ്, ഷേക്ക്, ഷാർജ ഷേക്ക്, ജ്യൂസ്, അഴിതി ഭക്ഷണം. അടുത്തത് മദ്യപാനത്താലും. വിളപ്പൽശാല തോട്ടിന്റെ കീഴിൽ ചേട്ടന്മാര് നല്ല കുപ്പി പ്ലാസ്റ്റിക് ഗ്ലാസുമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. അടുത്തത് ഉപജീവന ചിന്തകളാലും. വണ്ടി കച്ചവടം, മൊബൈൽ കച്ചവടം, ബ്ലേഡ്, തട്ടിപ്പ്, സഹകരണ ബാങ്ക്, ഉപജീവന മാർഗം. അടുത്തത് ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. കണ്ടോ? ഇതെല്ലാം അടിച്ചോണ്ട് കിടക്കുന്ന ഈ നാട്ടിലെ അന്തീർക്കോണത്തെ ചേട്ടന്മാരെടുത്ത് പറയോ, ആ ദിവസം കോവിഡ് ഇറങ്ങിയതുപോലെ ഒരു ഇറക്കം അങ്ങ് ഇറങ്ങും. സന്തോഷമില്ലല്ലോ. ഇതിന്റെ പേരാ കെണി. സ്വോത്രം. അതുകൊണ്ട് എന്തോ ചെയ്യണം? ആദ്യ രാത്രി തന്നെ ഇത് കേട്ടിട്ട് വായിക്കാം. അടുത്ത വാക്യം കൂടെ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും വരും. സർവഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും വരും. അതുകൊണ്ട് ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. കരമുയരുന്നില്ലല്ലോ. ഇതിൽ നിന്നൊഴിഞ്ഞു പോകേണ്ടതിന് രാവും പകലും ഗീതങ്ങൾ പാടി. അങ്ങനൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടോ സോദരം? ശൂലേമ്യപ്പം മിണ്ടുന്നില്ല സോദരം. അതൊക്കെ പോയില്ലേ നമ്മുടെ ബന്ദിക്കോസ് കോളത്തിന്? പോയി. പാടുന്നവരുമില്ല സോത്രം. ആണ്ട്. അതുകൊണ്ട് ആകയാൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന് രാവിലും പകലും ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിപ്പിൻ. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ഇനിയെങ്കിലും ഇത്രയും സത്യവചനം പ്രവചനം കേട്ടിട്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. എന്താ മുന്നറിയിപ്പ്? 1912 ഇതൂടെ പറഞ്ഞ് നിർത്താം, ബാക്കി നാളെ. 1912 ഏപ്രിൽ മാസം 14 ഒരു കപ്പൽ യാത്രയായി. അതിൻ്റെ പേര് ടൈറ്റാനിക്. കേട്ട എത്ര പേരുണ്ട്? സ്വോത്രം. 2289 കിലോമീറ്റർ ബ്രിട്ടൻ മുതൽ അമേരിക്ക വരെ. 3500 യാത്രക്കാർ, 50,000 ഹോഴ്സ് പവർ ആ എഞ്ചിന്. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞതാ, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. 182, 92, 87 നീളം വീതി. ക്യാപ്റ്റൻ ഇങ്ങനെ പോകുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തെ മറ്റ് കപ്പലുകൾ പറഞ്ഞു, ക്യാപ്റ്റൻ ഒരു മഞ്ഞുമല നമ്മുടെ മുൻപിലുണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞു, ആര് വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷേ
ആ മഞ്ഞുമലയിൽ ടൈറ്റാനിക് തകർന്നു. എന്താ? 3500 പാസഞ്ചർ, 50,000 ഹോഴ്സ് പവർ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ മുന്നറിയിപ്പിനെ അവഗണിച്ചപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണു. എന്നാൽ ദൈവം പഴയ നിയമത്തിൽ ഒരു ഭക്തനെ ബലപ്പെടുത്തി. നോഹ അവനോട് പറഞ്ഞൊരു പ്രളയം വരാൻ പോകുന്നു. 1 എടുക്കണം ഗോപേർ മരം, 2 300 നീളം, 3 50 ഉയരം, അത് കഴിഞ്ഞിട്ട് വിസ്തീർണം 30, നീളം വീതി വിസ്തീർണം ഉയരം 350 30, 4 അളവുകളായി. ഗോപേർ 300 50 30. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കിളിവാതിൽ വേണം, അത് പറഞ്ഞിട്ട് ഒരു സൈഡ് വാതിൽ വേണം, 3 തട്ട് വേണം. 7 കാര്യം സ്വർഗം പറഞ്ഞു. അങ്ങനൊരു പെട്ടകത്തെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? കടലിനകത്തോട്ടിറക്കി. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതൂട്. പെട്ടകം കിടന്നു ഒലഞ്ഞു. സ്വോത്രം. നോഗയുടെ പെൺപിള്ളാരും മക്കളും ഒക്കെ പറഞ്ഞു സ്വോത്രം, ഇതെവിടെ എത്തത്തില്ല, കടലിൽ മുങ്ങും. നോഗ അതിനകത്ത് വിശ്വാസത്താൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഈ പ്രതികൂലത്തിന്റെ നടുവിലും അവൻ പർവ്വതത്തിനൊക്കെ തുറപ്പിക്കും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സിസ്റ്റർ, ഇന്ന് രാത്രി പറയണം, നിന്റെ ക്രിസ്തീയ കുടുംബജീവിതത്തിനകത്ത് ബ്രദർ എത്ര തിരമാലകൾ ആഞ്ഞടിച്ചാലും പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാലും ഇന്ന് രാത്രി പറയണം, അതിൻ്റെ നടുവിൽ നോഹയുടെ പെട്ടകത്തെ അരാരാത്തിനകത്ത് ഉറപ്പിച്ചതുപോലെ സത്യവചനം ഏറ്റെടുത്ത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനെ സ്വർഗീയ സിയോനിൽ ചേർക്കുവാൻ യേശു വരാറായി. രക്ഷ, മാനസാന്തരം.